ഏത് തരം ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എല്ലാ ക്വസ്റ്റ്യനും JEE അഡ്വാൻസിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ക്വസ്റ്റ്യൻ പോലും വേറെ ഇല്ല. എല്ലാം JEE അഡ്വാൻസിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. എന്തുകൊണ്ടാണ് ഈ JEE അഡ്വാൻസിന്റെ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ സെലക്ട് ചെയ്തെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഉള്ള JEE മെയിൻ്റെ ക്വസ്റ്റ്യൻസ് മിക്കതും ഒന്നെങ്കിൽ JEE അഡ്വാൻസിൽ ചോദിച്ച അതേ ക്വസ്റ്റ്യൻ അതുപോലെ റിപ്പീറ്റ് ചെയ്തും വരുന്നുണ്ട്, അതല്ലെങ്കിൽ അതേ ടൈപ്പ് ക്വസ്റ്റ്യൻസും ചോദിക്കലുണ്ട്. അത് ഞാൻ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ ഈ ക്ലാസ്സിൽ നമ്മൾ ഏതെല്ലാം ടോപ്പിക്കുകളാണ് കവർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മെക്കാനിക്സ് 1 എന്നാണ് ഈ ടോപ്പിക്കിന്റെ പേര് നമ്മൾ ഇട്ടിട്ടുള്ളത്. അതിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ യൂണിറ്റ് ആൻഡ് മെഷർമെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കവർ ചെയ്യും. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഓഫ് കോഴ്സ് കവർ ചെയ്യും. മോഷൻ ഇൻ എ പ്ലെയിൻ, ലോസ് ഓഫ് മോഷൻ ആൻഡ് വർക്ക് പവർ എനർജി. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ മെക്കാനിക്സ് 1 എന്നുള്ള മൊഡ്യൂളിൽ പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും ലൈവിൽ എത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ലൈവിന്റെ ചാറ്റ് ഒന്ന് നോക്കിക്കോട്ടെ. ഓക്കെ, മെനി ആർ ദെയർ ഇൻ ദ ലൈവ്. നമുക്കൊരു കാര്യം ചെയ്യാം, സമയം കളയാതെ അനാവശ്യമായുള്ള ടോക്കുകളെല്ലാം ഒഴിവാക്കി നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എല്ലാം റെഡി അല്ലേ? റെഡിയാണെങ്കിൽ ഒരു ഹായ്, ഒരു തമ്പ് വിട്ടേ എല്ലാവരും. ജെസിമോൻ സാറ് ഒരു ക്ലാപ്പും ഒരു തമ്പും വിട്ടിട്ടുണ്ട്. താങ്ക് യു ഫോർ ജെസിമോൻ സാർ. ആൻഡ് ഓക്കെ, അപ്പോൾ സമയം ഞാൻ ഒട്ടും കളയുന്നില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് 2005 JEE അഡ്വാൻസ് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന് നോക്കി. ഇത് JEE അഡ്വാൻസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. JEE മെയിനും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. JEE അഡ്വാൻസ്ഡ് ആണ് ആദ്യം ഈ ക്വസ്റ്റ്യൻ അപ്പിയർ ചെയ്തത്. പിന്നീട് 2019 JEE മെയിനും ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, നോക്കൂ. എ ഗിവൺ ഗ്രാഫ് ഷോസ് വേരിയേഷൻ ഓഫ് വെലോസിറ്റി വിത്ത് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, വെലോസിറ്റി ആസ് എ ഫംഗ്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റിന്റെ ഒരു ഗ്രാഫ് വന്നിട്ടുണ്ട്. നോക്കൂ, വെലോസിറ്റി ആസ് എ ഫംഗ്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. താങ്ക് യു. ഞാൻ കാണുന്നുണ്ട് കേട്ടോ, നിങ്ങളുടെ ചാറ്റ് കാണുന്നുണ്ട്. താങ്ക് യു ഫോർ ഓൾ യുവർ തംസ്. നൗ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രാഫ് കറക്റ്റ്ലി റെപ്രസെന്റ് ദ വേരിയേഷൻ ഓഫ് ആക്സിലറേഷൻ വിത്ത് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ എന്താണ് ഈ മാത്തമെറ്റിക്കലി ഈ ക്വസ്റ്റ്യൻ ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് വെലോസിറ്റി ആസ് എ ഫംഗ്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട്, നമുക്ക് ആക്സിലറേഷൻ ആസ് എ ഫംഗ്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് കണ്ടെത്തണം. അങ്ങനെയാകുമ്പോൾ എന്ത് ചെയ്യും? ഈ വെലോസിറ്റി ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്, ആക്സിലറേഷൻ ക്യാൻ ബി റിട്ടേൺ ലൈക്ക് ദിസ്. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, ക്ലാസ്സിലും പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നോക്കി, ആക്സിലറേഷൻ ക്യാൻ ബി റിട്ടേൺ ആസ് വി dv dx എന്ന് എഴുതാം ഇല്ലേ? എപ്പോഴാണ് ഇങ്ങനെ എഴുതുക? വെലോസിറ്റി എക്സിന്റെ ഫംഗ്ഷൻ ആണെങ്കിൽ അതിനെ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ dv dx ഇതിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും ആക്സിലറേഷൻ വിച്ച് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. അപ്പൊ എ എക്സിന്റെ ഫംഗ്ഷൻ ആയിരിക്കും, വി എക്സിന്റെ ഫംഗ്ഷൻ ആയിരിക്കും, dv by dx ഡെറിവേറ്റീവ് ഓഫ് വി ഓൾസോ വിൽ ബി എ ഫംഗ്ഷൻ ഓഫ് എക്സ്. വൈ? ബിക്കോസ് വി ഈസ് ഓൾറെഡി എ ഫംഗ്ഷൻ ഓഫ് എക്സ്. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് വെലോസിറ്റി കണ്ടുപിടിക്കണം, വെലോസിറ്റി ഇക്വേഷൻ കണ്ടുപിടിക്കണം ഈ ഗ്രാഫിൽ നിന്ന്. എന്നിട്ട് ആ ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, എന്നിട്ട് അതിന്റെ രണ്ടിനെയുടെ പ്രോഡക്റ്റ് എടുക്കണം. അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് കിട്ടും. എന്നിട്ട് തന്നിട്ടുള്ള ഗ്രാഫുമായിട്ട് കമ്പയർ ചെയ്യണം. ഓക്കെ, എന്റെ ഗെയിം പ്ലാൻ മനസ്സിലായോ? വെലോസിറ്റി ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ഈ ഗ്രാഫിൽ നോക്കി എഴുതുക. ഇത് സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആണ്, ഹാവിംഗ് നെഗറ്റീവ് സ്ലോപ്പ്, ഹാവിംഗ് പോസിറ്റീവ് y ഇന്റർസെപ്റ്റ്. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ y ഈസ് ഈക്വൽ ടു mx പ്ലസ് c എന്നുള്ള ഫോമിൽ എഴുതുകയാണെങ്കിൽ, mx പ്ലസ് c എന്നുള്ള ഫോമിൽ എഴുതുകയാണെങ്കിൽ yക്ക് പകരം v എഴുതണം, എക്സിന് പകരം ഇവിടെ എക്സ് തന്നെയാണുള്ളത്. അപ്പൊ നമ്മൾ yക്ക് പകരം v എഴുതി, y ഈസ് ഈക്വൽ ടു mx. m എന്ന് പറഞ്ഞാൽ എന്താ? സ്ലോപ്പ്. ഇവിടുത്തെ സ്ലോപ്പ് എന്താ? മൈനസ് v0 ബൈ x0 ആണ് ഇതിന്റെ സ്ലോപ്പ്. എക്സ് തന്നെയാണ്, പ്ലസ് c എന്നുള്ളത് പ്ലസ് v0. ഇതാണ് വെലോസിറ്റി ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സിന്റെ ഇക്വേഷൻ. വെലോസിറ്റി ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. ഇനി എന്താ? ഇതെനിക്ക് കിട്ടിക്കഴിഞ്ഞു. നോക്കിയേ, ദിസ് ഈസ് ദെയർ വിത്ത് മീ. ഇനി എന്താ എനിക്ക് വേണ്ടത്? dv dx. അതുകൂടെ ഞാൻ കണ്ടുപിടിക്കുകയാണ്. വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് ദിസ്? dv dx. dv by dx ഈസ് ഈക്വൽ ടു വാട്ട് വിൽ ഐ ഗെറ്റ്? മൈനസ് v0 ബൈ x0 എന്ന് കിട്ടി. അപ്പം എന്റെ ജോലി എല്ലാം കഴിഞ്ഞു. ഇനി ഇതിന്റെ രണ്ടിന്റെയും കൂടെ പ്രോഡക്റ്റ് ആണ് ആക്സിലറേഷൻ ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. ഇതിന്റെ രണ്ടിന്റെ പ്രോഡക്റ്റ് എടുത്താൽ പണി തീർന്നു. ഇനി ആക്സിലറേഷൻ ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് എഴുതുകയാണെങ്കിൽ വാട്ട് ഈസ് യുവർ ഇക്വേഷൻ? v dv by dx ഇതല്ലേ? അപ്പം ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു മൈനസ് v0 by x0 x plus v0, that is what v is. Then derivative of v, what is that? Minus v0 by x0, isn't it? ഇതിന്റെ രണ്ടിന്റെ പ്രോഡക്റ്റ് എന്തായിരിക്കും കുട്ടികളെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ? മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയി, v0 by x0 ഹോൾ സ്ക്വയർ ഇല്ലേ, ഇൻറ്റു എക്സ്
മൈനസ് V0 സ്ക്വയർ ബൈ x0. ഇനി നോക്കിയേ, V0 ബൈ x0 എന്ന് പറയുന്നത് പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. എന്തുകൊണ്ടാ? സ്ക്വയർ ഉള്ളത് കൊണ്ട് മാത്രമല്ല, രണ്ട് V0 x0 ഓൾറെഡി പോസിറ്റീവ് ആണെന്ന് ഇക്വേഷൻ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇത് പോസിറ്റീവ് സ്ലോപ്പ് ഉള്ള, നോക്കിയ ഒരു പോസിറ്റീവ് സ്ലോപ്പ് ഉള്ള നെഗറ്റീവ് y ഇന്റർസെപ്റ്റ് ഉള്ള ഗ്രാഫ്. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഗ്രാഫ് ഇൻ ദ സെൻസ് ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് y ഈസ് ഈക്വൽ ടു mx പ്ലസ് e, y ഈസ് ഈക്വൽ ടു mx പ്ലസ് e എന്നുള്ള ഫോമിൽ തന്നെയാണ്. അപ്പൊ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ആ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫിന് പോസിറ്റീവ് സ്ലോപ്പ് ഉണ്ടാവണം, നെഗറ്റീവ് y ഇന്റർസെപ്റ്റ് ഉണ്ടാവണം. അങ്ങനെയാണ് ഏതാണ് ഇതില് ഈ നാലെണ്ണത്തിൽ ഒറ്റ ഗ്രാഫേ സ്യൂട്ട് ആകുകയുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പറയൂ, പെട്ടെന്ന് പറയൂ ഏതാണ് ഗ്രാഫ് എന്ന് പറയൂ. എന്തൊക്കെ കണ്ടീഷൻ പാലിക്കണം? പോസിറ്റീവ് സ്ലോപ്പ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം. പോസിറ്റീവ് സ്ലോപ്പ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, ദെൻ പിന്നെ ഇതിന്റെ ഇന്റർസെപ്റ്റ് എങ്ങനെയായിരിക്കണം? നെഗറ്റീവ് y ഇന്റർസെപ്റ്റ് ആയിരിക്കണം. നെഗറ്റീവ് y ഇന്റർസെപ്റ്റ്, പോസിറ്റീവ് സ്ലോപ്പ്, നെഗറ്റീവ് y ഇന്റർസെപ്റ്റ് ഉള്ള സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ്. അത് ഇത് മാത്രമല്ലേ വരുന്നുള്ളൂ. എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഞാൻ തിയറി പറയാം, പക്ഷെ ഒരു കാര്യം, തിയറി ഞാൻ പ്രോബ്ലത്തിലൂടെ പറയുള്ളൂ. തിയറി സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിട്ട് ഇത് ഈ സെഷൻ കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം നമുക്ക് 4-5 ചാപ്റ്റേഴ്സ് കവർ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തിയറി ഞാൻ ആ പ്രോബ്ലവുമായിട്ട് ബന്ധപ്പെട്ട തിയറി ആയിരിക്കും പറയുന്നത്. ഇത് മനസ്സിലായോ നിങ്ങൾക്ക്? ഇനി ഞാൻ ചോദിക്കട്ടെ, ഇത് JEE മെയിന് ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ JEE മെയിന് ചോദിച്ചിട്ടുണ്ട്. 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, 2 times. അതിലൊന്ന് 2019 ചോദിച്ചിട്ടുണ്ടായിരുന്നു. വേറൊന്ന് 2021 തോന്നുന്നു. എനിക്ക് കൃത്യമായി രണ്ടാമത്തെ ഇയർ ഓർമ്മയില്ല. 2019 എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇത് അഡ്വാൻസിന്റെ ക്വസ്റ്റ്യൻ ആണ്. 2005 അപ്പിയർ ചെയ്ത അഡ്വാൻസിന്റെ ക്വസ്റ്റ്യൻ ആണ്. JEEൽ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ എല്ലാ ക്വസ്റ്റ്യൻ JEE അഡ്വാൻസിന്റെ തന്നെ സെലക്ട് ചെയ്യാൻ കാര്യം. ഇനി അടുത്ത എല്ലാവരും ലൈവിന്റെ അവസാനം വരെ നിൽക്കുക. കാരണം ഞാൻ വളരെ കെയർഫുൾ ആയിട്ടാണ് എല്ലാ ക്വസ്റ്റ്യനും സെലക്ട് ചെയ്തിട്ടുള്ളത്. ചോദിക്കാൻ സാധ്യതയുള്ളതും വളരെ കൺസെപ്റ്റ്വലി റിച്ച് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ലൈവിന്റെ അവസാനം വരെ എല്ലാവരും കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, ഇനി അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും കമന്റ് ഉണ്ടോ? ഡു യു ഹാവ് എനി ഡൗട്ട്? ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. ഐ ക്യാൻ എക്സ്പ്ലെയിൻ ഇറ്റ് അഗെയിൻ. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. When velocity is a function of x, acceleration can be written as a function of x in this manner. V dv dx. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ചെയിൻ റൂൾ, റിലേറ്റഡ് ടു ചെയിൻ റൂൾ. V dv dx is the acceleration. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇതെന്താണ് പറയുന്നത്? ഇത് അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, എല്ലാ അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇനി നോക്കൂ. An insect crawls up a hemisphere surface very slowly. See in the figure. ഇങ്ങനെ ക്ലൈം ചെയ്യുകയാണ് very slowly. The coefficient of friction between the surface and the insect is 1/3. അപ്പം mu തന്നിട്ടുണ്ട്, coefficient of friction തന്നിട്ടുണ്ട്. ഇനി നോക്കിയേ, if the line joining the center of the hemispherical surface to the insects makes an angle alpha, this one, ഈ ലൈൻ makes an angle alpha with വെർട്ടിക്കലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫ ആണെങ്കിൽ മാക്സിമം പോസിബിൾ വാല്യൂ ഓഫ് ആൽഫ ക്യാൻ ബി. ഈ ആൽഫയുടെ മാക്സിമം പോസിബിൾ വാല്യൂ എത്രയാണ് എന്ന് പറഞ്ഞാൽ ഇൻസെക്റ്റിന് മാക്സിമം എവിടം വരെ പോവാം. ഓക്കെ, ഇൻസെക്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇങ്ങനെ വന്ന് ഇവിടം വരെ മാക്സിമം ഹൈറ്റിലെത്തി. ഇനി എത്തിയാൽ എന്ത് സംഭവിക്കും? ഇനി എത്തിയാൽ അത് സ്ലിപ്പ് ചെയ്ത് താഴേക്ക് വരും. എന്തുകൊണ്ടാ? ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ ഇവിടെ എത്തിയെന്നർത്ഥം. ഇനി അതിന് മുകളിലോട്ട് കയറാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? ഫ്രിക്ഷനിന്റെ മാക്സിമം വാല്യൂ, സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷനിൽ ഓൾറെഡി എത്തി. ഇനി മുകളിലോട്ട് കയറാൻ പറ്റില്ല, കാരണം ഇറ്റ് വിൽ സ്ലിപ്പ് ഡൗൺ. കാരണം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഒരു സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ് ആണെന്നും ഇറ്റ് ഹാസ് ഗോട്ട് ആൻ അപ്പർ ലിമിറ്റ് വിച്ച് ഈസ് കോൾഡ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്നൊക്കെ കാര്യം നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ കുട്ടികളെ, ഈ ഇൻസെക്റ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എല്ലാം ഞാൻ എഴുതാൻ പോവുകയാണ്. ഒരു ഫോഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ, ഓഫ് കോഴ്സ് വൺ ഓഫ് ദ ഫോഴ്സസ് ഈസ് its weight mg. Okay, this is mg. Another force is normal reaction exerted by the hemisphere. Okay, ഈ രണ്ടെണ്ണം മാത്രമേ ഉള്ളെങ്കിൽ ഈ ഇൻസെക്റ്റിന് ഇവിടെ നിൽക്കാൻ പറ്റില്ല, കാരണം ഇത് സ്ലിപ്പ് ചെയ്ത് താഴേക്ക് പോകും. ഇത് സ്ലിപ്പ് ചെയ്യുന്നില്ല, ഇതിന്റെ ഇംപെൻഡിങ് മോഷൻ ഇങ്ങോട്ടാണ്. ഇംപെൻഡിങ് മോഷൻ, സ്ലിപ്പ് ചെയ്ത് പോകാനുള്ള ടെൻഡൻസി. എന്താണ് ഇംപെൻഡിങ് മോഷൻ? ഇംപെൻഡിങ് മോഷൻ എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ ഇല്ലായിരുന്നുവെങ്കിൽ സംഭവിക്കാമായിരുന്ന മോഷൻ. The motion that would happen
ഇഫ് ദർ വെർ നോ ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ ഇല്ലായിരുന്നുവെങ്കിൽ സംഭവിക്കാമാവുന്ന മോഷനാണ് ഇമ്പെൻഡിങ് മോഷൻ. ഇമ്പെൻഡിങ് മോഷൻ ഇങ്ങോട്ടാ, അത് സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അതിന് ഓപ്പോസിറ്റാ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇങ്ങോട്ടായിരിക്കും. അപ്പൊ അതുകൂടെ ഞാൻ കാണിക്കുക. ഈ 3 ഫോഴ്സസ് ആണ് ഇതിൽ ആക്ട് ചെയ്യുന്നത്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, സി ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഓരോന്നും എഴുതുകയാണ് കേട്ടോ. ദിസ് ഈസ് mg, ദിസ് ഈസ് നോർമൽ റിയാക്ഷൻ, ദിസ് ഈസ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ആ സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ എത്തി μn. വാട്ട് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ? എല്ലാവർക്കും അറിയാവുന്നതാണ്. μn ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഇനി നോക്കിയാൽ വേറെ ഫോഴ്സസ് ഒന്നുമില്ല, ദർ ഇസ് നോ അതർ ഫോഴ്സ്, ബട്ട് ഇറ്റ് ഈസ് സ്റ്റിൽ ഇൻ ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിലാണ് എന്ന് പറഞ്ഞാൽ ഇതിൽ നെറ്റ് ഫോഴ്സ് 0 ആണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് mgനെ റീസോൾവ് ചെയ്യാം. mgനെ എങ്ങനെയൊക്കെ റീസോൾവ് ചെയ്യാം? റേഡിയലിയും ടാൻജൻഷ്യലിയും റീസോൾവ് ചെയ്യാം. ഓക്കെ, ഐ ആം ഗോയിങ് ടു റീസോൾവ് mgനെ ഐ ആം ഗോയിങ് ടു റീസോൾവ് in what manner? One is radial component, another one is tangential component. mgനെ റീസോൾവ് ചെയ്യുന്നതാണ്. mg is resolved. ഈ കമ്പോണന്റ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഈ ആംഗിൾ തീറ്റയാണ്, ഇത് ആൽഫയാണെങ്കിൽ ഇതും ആൽഫയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. സി if this angle is alpha, if this angle is alpha, this angle will also be alpha by geometry, isn't it? Then what? Look, therefore this is mg cos alpha, this is mg sin alpha. mgനെ നമ്മൾ റീസോൾവ് ചെയ്തു. ഇനി mgയെ കുറിച്ച് ചിന്തിക്കേണ്ട, ഇത് എങ്ങനെയാണ്? ഇക്വിലിബ്രിയത്തിലാണ്, സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലാണ്. എന്ന് പറഞ്ഞാൽ എന്താ? n mg cos ആൽഫയ്ക്ക് ഈക്വൽ ആയിരിക്കണം, mg sin ആൽഫ μn ഈക്വൽ ആയിരിക്കണം. ആ 2 ഇക്വേഷൻ എഴുതിയാൽ മതി. എന്ത് ചെയ്യണം? യു ഹാവ് ടു ഈക്വേറ്റ് ചെയ്യുക. ഈ 2 ഫോഴ്സും ഇക്വേറ്റ് ചെയ്യുക. ഇത് രണ്ടും റേഡിയൽ ഫോഴ്സും ടാൻജൻഷ്യൽ ഫോഴ്സും ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ആൻസറിൽ എത്തിച്ചേരാൻ പറ്റും. ലെറ്റ് us do that. What is that? mg sin ആൽഫ എന്തിന് ഈക്വൽ ആണ്? μn ഈക്വൽ ആണ്. ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂവിന് ഈക്വൽ ആണ്. ഇനിയും mg cos ആൽഫ എന്തിന് ഈക്വൽ ആണ്? നോർമൽ റിയാക്ഷൻ ഈക്വൽ ആണ്. ഇത് ഒന്നിനെ ഒന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. വാട്ട് യു വിൽ ഗെറ്റ്? ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു മ്യൂ എന്ന് കിട്ടി. ഇനി മ്യൂവിന്റെ വാല്യൂ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് മ്യൂ? ലുക്ക് ഹിയർ, ദിസ് ഈസ് ദ വാല്യൂ ഓഫ് മ്യൂ, ഇസ്ന്റ് ഇറ്റ്? വാല്യൂ ഓഫ് മ്യൂ ഈസ് നോൺ ടു യു. അത് ഞാൻ എഴുതുകയാണ്. ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു മ്യൂവിന്റെ വാല്യൂ 1/3 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ 3 ഇങ്ങോട്ട് എടുത്തു. 3 ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ടാൻ ആൽഫ. വാട്ട് ഈസ് 1 ഡിവൈഡ് ബൈ ടാൻ ആൽഫ? കോട്ട് ആൽഫ, ഇസ്ന്റ് ഇറ്റ്? Therefore കോട്ട് ആൽഫ ഈസ് ഈക്വൽ ടു 3 എന്നൊരു ആൻസർ ഉണ്ടെങ്കിൽ that is the maximum alpha the insect can go. This is the maximum value of alpha or the angle the insect can proceed. അപ്പോൾ ആൻസർ ഉണ്ടോ എന്ന് നോക്കാം. ഓപ്ഷനിൽ കോട്ട് ആൽഫ ഈസ് ഈക്വൽ ടു 3 എന്നൊരു ആൻസർ ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ടോ നോക്കി. കോട്ട് ആൽഫ ഈസ് ഈക്വൽ ടു 3. ഹിയർ ഈസ് ദ ആൻസർ. എല്ലാവരും ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. ഞാൻ ചെയ്തത് എന്താ? മറ്റൊന്നുമല്ല, ഇൻസെക്ട് മാക്സിമം ഹൈറ്റിലേക്ക് ക്ലൈം ചെയ്തു. ഇൻസെക്ട് ഈസ് അറ്റ് ഇക്വിലിബ്രിയം. വാട്ട് ഇക്വിലിബ്രിയം? സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം. അപ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കണം. അതിൽ 3 ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. ഒന്ന് mg, ഒന്ന് നോർമൽ റിയാക്ഷൻ, ഒന്ന് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ വിച്ച് ഹാസ് ബിക്കം ദ മാക്സിമം വാല്യൂ. ഇപ്പൊ സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ അവിടെ എഴുതും. എന്നിട്ട് റീസോൾവ് ചെയ്യുക, ഫോഴ്സിനെ റീസോൾവ് ചെയ്യുക. റേഡിയലും ടാൻജൻഷ്യലുമായിട്ട് റീസോൾവ് ചെയ്യുക. എന്നിട്ട് റേഡിയൽ ഫോഴ്സ് ഇക്വേറ്റ് ചെയ്യുക, ടാൻജൻഷ്യൽ ഫോഴ്സ് ഇക്വേറ്റ് ചെയ്യുക, ഒന്നിനെ ഒന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. യു വിൽ റീച്ച് at the point cot alpha is equal to 3. That's the answer. Okay? ഇനിയും എന്നൊപ്പം ചെയ്യണം കേട്ടോ. യു ഹാവ് ടു ഡു അലോങ് വിത്ത് മീ. വെറുതെ ഇരിക്കരുത്, വെറുതെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്. യു ഹാവ് ടു ടേക്ക് യുവർ ബുക്ക് ആൻഡ് പെൻ ആൻഡ് യു ഹാവ് ടു ഡു ദാറ്റ്. മനസ്സിലാവുന്നുണ്ടോ? സ്പീഡ് കൂടി പോകുന്നുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ ഐ ക്യാൻ സോൾവ് ഇറ്റ്. ടെൽ മീ. 2 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ സ്പീഡ് കൂടുതലാണോ എന്ന് നോക്കിക്കേ. സ്ലൈഡ് തരാം കേട്ടോ, സ്ലൈഡ് തരാം നിങ്ങൾക്ക്. ഐ വിൽ ഗിവ് യു സ്ലൈഡ്. സ്ലൈഡ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് പ്രോബ്ലം ചെയ്യാതിരിക്കരുത് കേട്ടോ. സ്ലൈഡ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് പ്രോബ്ലം ചെയ്യാൻ തീരുന്നാൽ നിങ്ങൾക്ക് എക്സാമിന് ചെയ്യാൻ പറ്റാണ്ട് വരും. ഓക്കെ,
സ്ലൈഡ് വരും, സ്ലൈഡൊക്കെ ഞാൻ തരും, പക്ഷെ നിങ്ങൾ പ്രോബ്ലം ചെയ്യണം. ഇനി മൂന്നാമത്തെ പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോവാം. നോക്കൂ മൂന്നാമത്തെ പ്രോബ്ലം നോക്കൂ. എ പാർട്ടിക്കിൾ മൂവ്സ് ഇൻ XY പ്ലെയിൻ, ഒരു പ്ലാനാർ മോഷനാണ്, XY പ്ലെയിൻ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എ ഫോഴ്സ് സച്ച് ദാറ്റ് ഇറ്റ്സ് ലീനിയർ മൊമെന്റം ഈസ് ദിസ്. ലീനിയർ മൊമെന്റം തന്നിട്ടുണ്ട് കുട്ടികളെ. സി, ലീനിയർ മൊമെന്റം ഈസ് ഗിവൻ ടു യു വെയർ എ ആൻഡ് കെ ആർ കോൺസ്റ്റന്റ്. ഈ എയും ഇവിടെ കാണുന്ന KT ഒമേഗ ടി എന്ന് പറയുന്ന പോലെ ഈ KTയും കാണുന്നുണ്ടല്ലോ, അത് രണ്ട് കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നുണ്ട്. ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് മൊമെന്റം ഈസ്, സി, ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് മൊമെന്റം, ആംഗിൾ ബിറ്റ്വീൻ, അപ്പൊ ഫോഴ്സും മൊമെന്റവും വെക്ടർ ആയിരിക്കണം, വെക്ടർ ആണ് താനും. രണ്ട് വെക്ടറുകൾ തമ്മിൽ മാത്രമേ ആംഗിൾ ഉണ്ടാവുകയുള്ളൂ അല്ലേ? ഫോഴ്സും മൊമെന്റവും തമ്മിലുള്ള ആംഗിൾ എത്രയാണെന്നാണ് ചോദ്യം. നിങ്ങൾക്ക് ഏതെങ്കിലും രണ്ട് വെക്ടർ തന്നിട്ടുണ്ടെങ്കിൽ അവയുടെ ഇടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല മാത്തമെറ്റിക്കലി ഓർമ്മയുണ്ടോ? നിങ്ങൾ മാത്സിലൊക്കെ ചെയ്യുന്ന, ഐ ഇൻവൈറ്റ് യുവർ അറ്റൻഷൻ ഹിയർ. കോസ് ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് എ ആൻഡ് ബി ആണെന്ന് വിചാരിച്ചു. നിങ്ങൾക്കറിയാം അത് കണ്ടുപിടിക്കാൻ A ഡോട്ട് ബി ഡിവൈഡഡ് ബൈ AB, ശരിയല്ലേ? A ഡോട്ട് ബി ഡിവൈഡ് ബൈ AB. എയും ബിയും എന്താ? മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക, മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എയുടെ മാഗ്നിറ്റ്യൂഡും ബിയുടെ മാഗ്നിറ്റ്യൂഡും കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ കോസ് ഓഫ് ദ ആംഗിൾ കിട്ടും. കോസ് ഓഫ് ദ ആംഗിൾ കിട്ടിയാൽ പിന്നെ നമുക്ക് എന്താ? കോസ് ഇൻവേഴ്സ് ഓഫ് ദാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതാം. അപ്പൊ ഇവിടെ രണ്ട് വെക്ടർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഒറ്റ വെക്ടർ തന്നിട്ടുള്ളൂ, കണ്ടോ? വാട്ട് ഈസ് ദ വെക്ടർ ഗിവൺ? ലുക്ക് ഹിയർ, വി ആർ ഗിവൺ ഓൺലി വൺ വെക്ടർ. വാട്ട് ഈസ് ദാറ്റ്? മൊമെന്റം. വാട്ട് ഈസ് ദാറ്റ് വെക്ടർ? എ, പിന്നെന്താ? കോസ് KTI മൈനസ് സൈൻ KTJ. ഈ ഒരൊറ്റ വെക്ടറേ തന്നിട്ടുള്ളൂ. ഈ വെക്ടർ കൊണ്ട് നമ്മൾ എങ്ങനെ ഫോഴ്സിനെ കണ്ടുപിടിക്കും? ദാറ്റ്സ് എ പ്രോബ്ലം. മൊമെന്റും ഫോഴ്സും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കൂ. മൊമെന്റത്തിന് എന്തെങ്കിലും ചെയ്താൽ ഫോഴ്സ് കിട്ടുമോ എന്ന് ആലോചിച്ച് നോക്കൂ. ഫോഴ്സ് ഈസ് നോട്ട് ഗിവൺ ഇൻ യുവർ ക്വസ്റ്റ്യൻ, ബട്ട് വി ക്യാൻ ഫൈൻഡ് ഫോഴ്സ്. ഹൗ? ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ആലോചിച്ച് നോക്കി. The rate of change of momentum is directly proportional to force and the change in momentum happens in the direction of force എന്നൊക്കെ പഠിച്ച ഓർമ്മയില്ലേ? ഓക്കെ, എന്ന് പറഞ്ഞാൽ ഫോഴ്സിനെ കിട്ടാൻ മറ്റൊന്നും ചെയ്യേണ്ട, ഈ മൊമെന്റത്തിന്റെ ടൈം ഡെറിവേറ്റീവ് എടുത്താൽ മതി. ഓക്കെ, ലെറ്റ് മീ ഡു ദാറ്റ്. ഫോഴ്സ് ഈസ് ഈക്വൽ ടു, ഹൗ വിൽ യു ഫൈൻഡ്? dp dt ടൈം ഡെറിവേറ്റീവ് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഈ K പുറത്തേക്ക് വരും. K ഒരു കോൺസ്റ്റന്റ് ആണ്. ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ, ഇല്ലേ? ഫംഗ്ഷൻ ഓഫ് ദ ഫംഗ്ഷൻ റൂൾ ഓർ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ K എന്ന് പറയുന്ന സാധനം പുറത്തേക്ക് വരും. A ഓൾറെഡി പുറത്തുണ്ട്. അപ്പൊ AK, കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ KT അതുപോലെ എഴുതി. ഐയും അതുപോലെ എഴുതണം കേട്ടോ. കാരണം എന്താന്ന് ചോദിച്ചാൽ I ഒരു കോൺസ്റ്റന്റ് വെക്ടർ ആണ്, കോൺസ്റ്റന്റ് യൂണിറ്റ് വെക്ടർ ആണ് I. അപ്പൊ നമ്മൾ കോൺസ്റ്റന്റിനെ ട്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെ I ട്രീറ്റ് ചെയ്യണം. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ I എന്ന് പറയുന്നത് കോസ് KTയുടെ കോയിഫിഷ്യന്റ് ആണ്. A പോലെ തന്നെയാണ് I. A നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെ I ട്രീറ്റ് ചെയ്യണം. അല്ലാണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ I വിട്ടുകളയരുത്. ഓക്കെ, മൈനസ് സൈൻ്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് KTJ അതുപോലെ തന്നെ യൂണിറ്റ് വെക്ടർ J ഈസ് ലൈക്ക് ദാറ്റ്. അപ്പൊ രണ്ട് വെക്ടറായി. ഒരു വെക്ടർ തന്നു, രണ്ടാമത്തെ വെക്ടർ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താ വേണ്ടത്? ആംഗിൾ കണ്ടുപിടിക്കണം. വാട്ട് ഈസ് ദാറ്റ്? കോസ് ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു വെക്ടേഴ്സ് ഈസ് P dot F divided by magnitude of P into magnitude of F. Isn't it? What is P dot F? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ എന്ത് വരും? കോസ് KT മൈനസ് കോസ് KT സൈൻ KT എന്ന് വരും. ഇവിടെ മൈനസ് ഓഫ് മൈനസ് പ്ലസ് കോസ് KT സൈൻ KT എന്ന് വരും. ഇല്ലേ? സീറോ അല്ലേ? ആലോചിച്ച് നോക്കിയേ. ഇതിന്റെ ഡോട്ട് പ്രോഡക്റ്റ്, ഐയുടെ കോയിഫിഷ്യന്റുകൾ മൾട്ടിപ്ലൈ ചെയ്യുക, ജെയുടെ കോയിഫിഷ്യന്റുകൾ മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക രണ്ടും. വാട്ട് യു വിൽ ഗെറ്റ്? You will get only 0. See, അപ്പൊ P dot F 0 ആണ്. Do it in your head. P dot F 0 ആയതുകൊണ്ട് 0 by anything is 0. What does it mean? Cos theta is equal to 0 നമുക്ക് കിട്ടി. What is the meaning of that? It means that theta is equal to 90. 90 ഡിഗ്രി ആണ് മൊമെന്റവും ഫോഴ്സും തമ്മിലുള്ള ആംഗിൾ. ഇത് ഏതാണ് സിറ്റുവേഷൻ എന്ന് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു നോക്കൂ. ഇത് സിറ്റുവേഷൻ ഒരു യൂണിഫോം സർക്കുലാർ മോഷനുള്ള പാർട്ടിക്കിളിന്റെ കാര്യമാണ്. ഇത് കണ്ടോ? യൂണിഫോം സർക്കുലാർ മോഷനുള്ള ഒരു പാർട്ടിക്കിളിന്റെ മൊമെന്റവും ഫോഴ്സും തമ്മിലുള്ള ആംഗിൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. മൊമെന്റവും ഫോഴ്സും തമ്മിൽ, മൊമെന്റം ടാൻജൻഷ്യൽ ആണ്, ഫോഴ്സ് റേഡിയൽ ആണ്. സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണ് അല്ലേ? ഫോഴ്സ് റേഡിയൽ ആണ്.
മൊമെന്റം ടാൻജൻഷ്യൽ ആണ്. ഇവ തമ്മിലുള്ള ആംഗിൾ 90 ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഫോഴ്സും വെലോസിറ്റിയും തമ്മിലുള്ള ആംഗിളും 90 ആയിരിക്കും. ഇങ്ങനത്തെ സിറ്റുവേഷൻ നമ്മൾ പല പ്രാവശ്യം ക്ലാസ്സിലും ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, therefore the answer is 90. ഇതിന്റെ സിറ്റുവേഷനോടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സിറ്റുവേഷൻ, it is a situation in which a particle does uniform circular motion. When a particle does uniform circular motion, linear momentum is tangential, force is radial, centripetal force radially inward. Therefore momentum and force are mutually perpendicular. Their dot product will be 0. That's what we have seen here. Third question is over. Next question ലേക്ക് പോവുകയാണ്. എൻ്റെ ഒപ്പം ചെയ്യുക. Do along with me. Next question. Okay. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ വലിയ ബൃഹത്തായ ഒരു ക്വസ്റ്റ്യൻ ആണ്. വായിക്കുമ്പോൾ പേടി തോന്നിക്കും, പക്ഷെ പേടിക്കേണ്ട, സിമ്പിൾ ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നോക്കൂ, 2007 JEE അഡ്വാൻസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, ഞാൻ ഒന്ന് വായിക്കാം, ശ്രദ്ധിച്ച് കേൾക്കൂ. ഞാൻ മെല്ലെ വായിക്കാം, സ്ലോലി വായിക്കാം, നിങ്ങൾ എൻ്റെ ഒപ്പം തന്നെ മനസ്സിലാക്കുക. 2 particles of mass m each are tied at the end of a light string of length 2a. കണ്ടോ, ഇത് 2 മാസസ് ഒരു ലൈറ്റ് സ്ട്രിങ് കൊണ്ട് ടൈ ചെയ്തിട്ടുണ്ട്. ആ സ്ട്രിങ്ങിന്റെ ലെങ്ത് 2a ആണ്. എന്ന് പറഞ്ഞാൽ മാസിലെ സ്ട്രിങ് കൊണ്ടാണ് ടൈ ചെയ്തിട്ടുള്ളത്. ലുക്ക് അറ്റ് ദിസ് ഫിഗർ. ഇനി എന്താ, the whole system is kept on a frictionless horizontal surface with the string held tight so that each mass is at a distance a from the center p. എന്ന് പറഞ്ഞാൽ ഈ 2 മാസിനെയും സ്ട്രിങ്ങിനെയും ടൈറ്റ് ആയിട്ട് വലിച്ചു എവിടെ വെച്ചിട്ടുണ്ട്? ജസ്റ്റ് ഒരു ഫ്രിക്ഷൻലെസ് ടേബിളിൽ വെച്ചിട്ടുണ്ട്, സർഫസിൽ വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്തു? Now the midpoint of the string is pulled vertically upward with a small but constant force F. ചെറിയൊരു ഫോഴ്സ് കൊണ്ട് ഇങ്ങനെ നമ്മൾ അതിനെ മുകളിലോട്ട് വലിക്കുക. അപ്പൊ എന്ത് ചെയ്യും? ഇത് ഈ സർഫസിൽ കൂടെ ഇങ്ങനെ അടുത്തടുത്ത് വരും അല്ലേ? ഇങ്ങനെ വരും. സി, ആഫ്റ്റർ സം ടൈം വാട്ട് വിൽ ഹാപ്പൻ? ഇറ്റ് വിൽ ബി ഹിയർ. എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ മൂവ് അലോങ് ദ സർഫസ്. കാരണം ഇത് ഹൈ ഫോഴ്സ് അല്ല. ഹൈ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഇത് ലിഫ്റ്റ് ഓഫ് ചെയ്യുന്നത്. ഈ സർഫസിൽ നിന്ന് ലിഫ്റ്റ് ഓഫ് ചെയ്യും. ഇത് സ്മോൾ ഫോഴ്സ്. ലുക്ക് ഹിയർ, എന്ത് തരം ഫോഴ്സാണ് നമ്മൾ അപ്ലൈ ചെയ്തത്? നോക്കൂ, സ്മോൾ ബട്ട് എ കോൺസ്റ്റന്റ് ഫോഴ്സ് എഫ് എന്നാണ് പറഞ്ഞത്. ചെറിയ ഫോഴ്സ്. സ്ലോലി വി ആർ പുള്ളിങ് ഇറ്റ്. Therefore these 2 masses are moving along the surface. ഇനി എന്താണ് നമുക്ക് വേണ്ടത്? As a result, particle moves towards each other on the surface. ക്വസ്റ്റ്യനിൽ അത് പറയുന്നുണ്ട്. ഈ 2 പാർട്ടിക്കിളും സർഫസിൽ കൂടിയാണ് മൂവ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ലിഫ്റ്റഡ് ഓഫ് ഫ്രം ദ സർഫസ്. The magnitude of acceleration when the separation between them become 2x. ഇവ തമ്മിൽ ഇപ്പം സെപ്പറേഷൻ എത്ര? 2a. അത് 2x ആകുമ്പോൾ ഇവയുടെ ആക്സിലറേഷൻ എത്ര? ഇതിന്റെ ആക്സിലറേഷൻ എത്രയാണോ a ആണെന്ന് വിചാരിക്കുക, അതേ ആക്സിലറേഷൻ ആയിരിക്കും ഇതിനും ബൈ സിമെട്രി. അപ്പൊ ഏതെങ്കിലും ഒരു പാർട്ടിക്കിളിന്റെ ആക്സിലറേഷൻ കാണുകയാണെങ്കിൽ ദാറ്റ് ഇസ് ദ ആക്സിലറേഷൻ ഫോർ ദ അതർ പാർട്ടിക്കിൾ ഓൾസോ. നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ഒന്നുകൂടെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ വായിക്കൂ. ഇതെല്ലാം ഓപ്ഷൻ ആണ് കേട്ടോ. നമുക്ക് ചെയ്തിട്ട് ഓപ്ഷനിലേക്ക് പോവാം. നോക്കൂ, ഇങ്ങനെയായിരുന്നു സ്ട്രിങ് ഉണ്ടായിരുന്നത്. ഇവിടെ നോക്കൂ എല്ലാവരും, ഇനീഷ്യലി. പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? അതിന്റെ മിഡ് പോയിന്റിൽ ഇങ്ങനെ ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ തുടങ്ങി, സ്മോൾ ബട്ട് കോൺസ്റ്റന്റ് ഫോഴ്സ്. ദെൻ വാട്ട് വിൽ ഹാപ്പൻ? ഈ 2 മൂവ് ചെയ്യും അല്ലേ? അപ്പൊ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ഇത് 2 മൂവ് ചെയ്തുകൊണ്ട് there will be an acceleration for this mass in this direction. ഇതിന്റെ ആക്സിലറേഷൻ ഇത് ഇങ്ങനെയായിരിക്കും. സി, ആക്സിലറേഷൻ ഞാൻ കാണിക്കാം. ആക്സിലറേഷൻ ബിക്കോസ് ഇറ്റ് ഈസ് മൂവിങ് അലോങ് ദ ടേബിൾ എ. ഇതിന്റെ ആക്സിലറേഷനും എ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിനാരാണ് ആക്സിലറേഷൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ സ്ട്രിങ്ങിന്റെ ടെൻഷൻ ഇല്ലേ കുട്ടികളെ? ഈ സ്ട്രിങ്ങിന്റെ ടെൻഷന്റെ ഒരു കമ്പോണന്റ് ആണ് ഇതിന് ആക്സിലറേഷൻ കൊടുക്കുന്നത്. ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതാ? ടെൻഷനും എം ജിയും നോർമൽ റിയാക്ഷനും. ഓക്കെ, ഈ നോർമൽ റിയാക്ഷനും എം ജിയും ടെൻഷന്റെ ഒരു കമ്പോണന്റും, ടെൻഷൻ ഇങ്ങനെ ഒരു കമ്പോണന്റും ഉണ്ടാവും. അതെല്ലാം ബാലൻസ്ഡ് ആയിരിക്കും. ഓൺലി നെറ്റ് ഫോഴ്സ് ഇത് ഇങ്ങനെയായിരിക്കും. അതുകൊണ്ടാണ് ആക്സിലറേഷൻ ഇങ്ങനെ വന്നത്. അതിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ഈ പോയിന്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ആ സ്ട്രിങ്ങിന്റെ ആ പോയിന്റ്, സ്ട്രിങ് മാസ്ലെസ് അല്ലേ? അപ്പൊ ഈ പോയിന്റ് മാസ്ലെസ്സാ. മാസ്ലെസ് ആയിട്ടുള്ള ഒരു പാർട്ടിക്കിളെ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. മാസ്ലെസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അതിലെ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. എന്തുകൊണ്ടാണ് നെറ്റ് ഫോഴ്സ് 0 ആകുന്നത്? A is equal to F by M എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്? F by M എന്നല്ലേ പഠിച്ചിട്ടുള്ളത്? അപ്പൊ മാസ്ലെസ് ആണെങ്കിൽ നെറ്റ് ഫോഴ്സ് മാസ്ലെസ് ആണെങ്കിൽ
നെറ്റ് ഫോഴ്സ് 0 അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇൻഫിനൈറ്റ് ആക്സലേഷൻ ഉണ്ടാവും. മാസ് 0 ആണെങ്കിൽ സി എ ഇസ് ഈക്വൽ ടു എഫ് ബൈ 0 എന്ന് വരും. മാസ് 0 ആണെങ്കിൽ ഇൻഫിനൈറ്റ് ആക്സലേഷൻ വരും. പക്ഷെ ഈ പോയിന്റിൽ ഇൻഫിനൈറ്റ് ആക്സലേഷൻ ഉണ്ടോ? ഇല്ല. ഇൻഫിനൈറ്റ് ആക്സലേഷൻ ഇല്ല എങ്കിൽ ആക്സലേഷൻ ഈസ് ഈക്വൽ ടു എഫ് ബൈ എം എന്നുള്ളത് എം 0 ആണെങ്കിൽ എഫും 0 ആവണം. 0/0 ക്യാൻ ബി എ ഫൈനൈറ്റ് നമ്പർ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മാത്സിൽ പല സിറ്റുവേഷനിൽ ഇൻഡിറ്റർമിനന്റ് ഫോമിൽ 0/0 ഒരു ഫൈനൈറ്റ് നമ്പർ ആവാം എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ക്യാൻ ബി 5 ഓർ ഇറ്റ് ക്യാൻ ബി 6 ഓർ ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. മനസ്സിലായോ? 0/0 ക്യാൻ ബി എ ഫൈനൈറ്റ് നമ്പർ. അപ്പൊ മാസ്ലെസ് ആയിട്ടുള്ള ഈ പോയിന്റിലെ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കണം കുട്ടികളെ. അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാ? ഒന്ന് സ്ട്രിങ്ങിന്റെ ടെൻഷൻ. ശ്രദ്ധിച്ചു കേൾക്കൂ, കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, ശ്രദ്ധിച്ച് കേൾക്കൂ. ഈ സ്ട്രിങ്ങിന്റെ ഈ പോയിന്റിലെ സ്ട്രിങ്ങിന്റെ ടെൻഷൻ ഇങ്ങോട്ടും ഉണ്ട്. ആ പോയിന്റിനെ ബാക്കി സ്ട്രിങ് ഇത് ഇങ്ങോട്ട് പുള്ളി ചെയ്യുന്നുണ്ട്, ഈ ഭാഗത്തെ സ്പ്രിങ് ഇങ്ങോട്ട് പുള്ളി ചെയ്യുന്നുണ്ട്. ടിയും ഉണ്ട്. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് എഫും ഉണ്ട്. ഇല്ല, ഈ 3 ഫോഴ്സേ ഉള്ളൂ. അപ്പൊ ഈ 3 ഫോഴ്സിന്റെ ആകത്തുക വെക്ടർ സം 0 ആയിരിക്കണം. ഈ ടെൻഷന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഉണ്ടല്ലോ കുട്ടികളെ, അത് ഓൾറെഡി ക്യാൻസൽ ആയി പോകും. ടെൻഷന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ്. വെർട്ടിക്കൽ കമ്പോണന്റ് ഉണ്ടല്ലോ, അതേതാ? ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ, ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും എന്തായിരിക്കും? തീറ്റ ആയിരിക്കും. അപ്പൊ ഏതാണ് ഈ 2 കമ്പോണന്റ്? ഏതാ? ടി കോസ് തീറ്റ ആൻഡ് ടി കോസ് തീറ്റ. 2t കോസ് തീറ്റ എഫിന് ഈക്വൽ ആയിരിക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം. ഈ ടിയുടെ കമ്പോണന്റ് വെർട്ടിക്കൽ കമ്പോണന്റ് ടി കോസ് തീറ്റ, ഈ ടിയുടെ കമ്പോണന്റ് രണ്ടാമത്തെ ടിയുടെ കമ്പോണന്റ് ടി കോസ് തീറ്റ. അങ്ങനെ 2t കോസ് തീറ്റ എഫിന് ഈക്വൽ ആയിരിക്കണം. മനസ്സിലായോ? 2t കോസ് തീറ്റ മസ്റ്റ് ബി ഈക്വൽ ടു എഫ്. ലെറ്റ് മീ റൈറ്റ് ഫസ്റ്റ്. 2t കോസ് തീറ്റ എന്തിന് ഈക്വൽ ആയിരിക്കണം? എഫിന് ഈക്വൽ ആയിരിക്കണം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് വേണേൽ ടി എത്രയാണെന്ന് എഴുതാം. ടെൻഷൻ ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ദാറ്റ്? എഫ് ഡിവൈഡഡ് ബൈ 2 കോസ് തീറ്റ. 2 കോസ് തീറ്റ എഫ് ഡിവൈഡ് ബൈ 2 കോസ് തീറ്റ. ഇനി ശ്രദ്ധിക്കൂ, ഇനി ഈ മാസിലേക്ക് വരൂ. ഈ മാസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഈ ടെൻഷൻ ഇല്ലേ? ടെൻഷന്റെ ഈ കമ്പോണന്റ് അത് എത്രയാണെന്ന് അറിയാമോ? ഇത് ടെൻഷൻ ആണെങ്കിൽ, ഇത് ടെൻഷൻ ടി ആണെങ്കിൽ ഈ കമ്പോണന്റ് ടി സൈൻ തീറ്റയാണ്. ശരിയല്ലേ? കാരണം ഇത് 90 മൈനസ് തീറ്റയാണ്. ഇത് തീറ്റയാണെങ്കിൽ ഇത് 90 മൈനസ് തീറ്റയാണ്. അപ്പൊ ഇത് ടി കോസ് 90 മൈനസ് തീറ്റ എന്ന് വരും. എന്ന് പറഞ്ഞാൽ ടി കോസ് തീറ്റ എന്ന് വരും. സോറി, ടി സൈൻ തീറ്റ എന്ന് വരും. ആ ഫോഴ്സ് ആണ് ഇതിനെ ആക്സലറേറ്റ് ചെയ്യിക്കുന്നത്. ടിയുടെ കമ്പോണന്റ് എം ജി അല്ല, നോർമൽ റിയാക്ഷനും അല്ല. എം ജിയെ കുറിച്ച് ആലോചിക്കേണ്ട, നോർമൽ റിയാക്ഷനെ കുറിച്ച് ആലോചിക്കേണ്ട, ടിയുടെ ഈ വെർട്ടിക്കൽ കമ്പോണന്റിനെ കുറിച്ചും ആലോചിക്കേണ്ട. ഹൊറിസോണ്ടൽ കമ്പോണന്റിനെ കുറിച്ച് ആലോചിക്കൂ. കാരണം ദ പാർട്ടിക്കിൾ ഹാസ് ഹൊറിസോണ്ടൽ ആക്സലേഷൻ. Therefore, net force on the particle must be horizontal. Particle is moving horizontally and it has acceleration horizontally. Net vertical force 0 ആയിരിക്കും. അപ്പൊ എം ജി നോർമൽ റിയാക്ഷൻ ടിയുടെ ഈ കമ്പോണന്റ് എല്ലാം ബാലൻസ്ഡ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നോർമൽ റിയാക്ഷൻ ടിയുടെ കമ്പോണന്റിലൂടെ കൂടിയാൽ എം ജിക്ക് ഈക്വൽ ആയിരിക്കും. അത് ബാലൻസ്ഡ് ആയി പോയി. പിന്നെന്താ? ടി സൈൻ തീറ്റ എന്ന് പറയുന്ന കമ്പോണന്റ് മാത്രമേ ഇതിലെ നെറ്റ് ഫോഴ്സ് ഉള്ളൂ. അപ്പൊ ടി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു, ലെറ്റ് മീ റൈറ്റ് ദാറ്റ്, ടി സൈൻ തീറ്റ എന്ന് പറയുന്നത് അതിലെ നെറ്റ് ഫോഴ്സ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എം എ എന്ന് എഴുതാം. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ. എഫ് ഈസ് ഈക്വൽ ടു എം എ, എഫ് നെറ്റ് ഈസ് ഈക്വൽ ടു എം എ, എഫ് ഈസ് ഈക്വൽ ടു എം എ എന്ന് എഴുതിയ സാധനം ആലോചിച്ച് നോക്കൂ. എഫ് ഈസ് ഈക്വൽ ടു എം എ എന്ന് എഴുതിയ സാധനം തന്നെ. ഇനി ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ. ഈ ടിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോവാ. എവിടെ നോക്കിയിട്ട്? ദാ ഇവിടെ ഞാൻ ഓൾറെഡി റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം ലെറ്റ് മീ റൈറ്റ് ദാറ്റ്. ടിക്ക് ഞാൻ എന്ത് എഴുതുന്നു? എഫ് ഡിവൈഡഡ് ബൈ 2 കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ ഈക്വൽ ടു എം എ. എം എ. അപ്പൊ എ എന്ത് കിട്ടി കുട്ടികളെ? എ ഈസ് ഈക്വൽ ടു എഫ് ഡിവൈഡഡ് ബൈ 2m എന്ന് കിട്ടി. 2m ഇൻറ്റു ടാൻ തീറ്റ എന്ന് കിട്ടി. ഇനി ടാൻ തീറ്റ കണ്ടുപിടിച്ച് എഴുതിയാൽ മതി. ഇവിടെ നോക്കൂ, ടാൻ തീറ്റ നമുക്ക് എഴുതിക്കൂടെ? ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസെന്റ്. ഓപ്പോസിറ്റ് എത്രയാണ്? ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്. അഡ്ജസെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എ സ്ക്വയർ ബൈ എക്സ് സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് അല്ലേ? Therefore, final answer is this. Final answer, acceleration is equal to F divided by 2m. അത് അതുപോലെ എഴുതി. പിന്നെ ടാൻ തീറ്റ എഴുതണം. ടാൻ തീറ്റ ഓപ്പോസിറ്റ് എക്സ്, അഡ്ജസെന്റ് എത്രയാണ്? റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത പൈതഗോറസ് തിയറം. ഇതാണ് ഈ പാർട്ടിക്കിളിന്റെ ആക്സലറേഷൻ. അതേ ആക്സലറേഷൻ ആയിരിക്കും ഈ പാർട്ടിക്കിളും. അതിന് സെപ്പറേറ്റ് നമ്മൾക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഒന്ന് നോക്കൂ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഫോഴ്സ് ഓൺ എ മാസ്ലെസ് പാർട്ടിക്കിൾ ഈസ് ഓൾവേസ് 0. നെറ്റ് ഫോഴ്സ് ഓൺ എ മാസ്ലെസ് പാർട്ടിക്കിൾ ഈസ് ഓൾവേസ് 0. അപ്പൊ എഫ് എന്തിന് ഈക്വൽ ആയിരിക്കണം?
t cos theta plus t cos theta 2t cos theta അപ്ലൈഡ് എഫിന് ഈക്വൽ ആയിരിക്കണം. അതിൽ നിന്ന് t നമ്മൾ എഴുതി, എന്നിട്ട് ബാക്കി ചെയ്തു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും, ഞാൻ പറഞ്ഞുതരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. കൺസെപ്റ്റിലാണ്, ചെറിയ കൺസെപ്റ്റേ ഉള്ളൂ, പക്ഷെ ആ കൺസെപ്റ്റ് അറിയില്ല, ചെയ്യാൻ പറ്റില്ല. ഇത് എങ്ങനെ വന്നു, ഇത് കണ്ടോ, ഇത് എവിടുന്ന് വന്നു എന്ന് ചോദിച്ചാൽ നെറ്റ് ഫോഴ്സ് ഓൺ ദ പാർട്ടിക്കിൾ. ഈ പാർട്ടിക്കിളിനെ എടുക്കൂ, ടേക്ക് വൺ പാർട്ടിക്കിൾ, മാസ്ലെസ് പാർട്ടിക്കിൾ. അതിന് ടി എന്ന് പറയുന്ന ഫോഴ്സ് ഇങ്ങോട്ടുണ്ട്, ടി എന്ന് പറയുന്ന ഫോഴ്സ് ഇങ്ങോട്ടുണ്ട്, എഫ് എന്ന് പറയുന്ന ഫോഴ്സ് ഇങ്ങോട്ടും ഉണ്ട്. എങ്കിൽ ആലോചിച്ച് നോക്കൂ, ടിയുടെ ഈ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓൾറെഡി ക്യാൻസൽ ആയി. ടിയുടെ ഈ വെർട്ടിക്കൽ കമ്പോണന്റ് ഉണ്ടല്ലോ, അതിനെ എഫ് ക്യാൻസൽ ചെയ്യണം, നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കണം. എങ്ങനെ മാസ്ലെസ് ആയെന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യനിൽ ലൈറ്റ് സ്പ്രിംഗ് എന്ന് പറയുന്നുണ്ട്, സ്ട്രിംഗ് എന്ന് പറയുന്നുണ്ട്. എങ്ങനെ മാസ്ലെസ്, അതാണ് ക്വസ്റ്റ്യൻ വൃത്തിയായിട്ട് വായിക്കണമെന്ന് പറയുന്നത്. സീ ഹിയർ, tied at the end of a light string. Light string means massless string. അല്ലെങ്കിൽ അതിന്റെ മാസ് തന്നേനെ, സ്ട്രിങ്ങിന് മാസ് ഉണ്ടായിരുന്ന കഥയെല്ലാം മാറും. അതിന്റെ മാസ് തരണം, എന്നാലേ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ട്രയാങ്കിൾ ഐസോസെലസ് ട്രയാങ്കിൾ തന്നെയാണ്. ഈ ബിഗ് ട്രയാങ്കിൾ ഈസ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ, നോ ഡൗട്ട് അറ്റ് ഓൾ. ഐസോസെലസ് ട്രയാങ്കിൾ ബൈ സിമെട്രി. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ഇതെന്താണ് ഞാൻ ചെയ്തതെന്ന്? ഓക്കെ, ഇറ്റ്സ് നോട്ട് ഡിഫിക്കൽട്ട്, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ്. കോൺസെപ്റ്റ് അറിയാമെങ്കിൽ ഏത് പ്രോബ്ലം നമുക്ക് ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവാം. നിങ്ങൾ എൻ്റെ ഒപ്പം ചെയ്യണം കേട്ടോ. യു ഹാവ് ടു ഡു along with me. So our answer is this, and we have to check whether this answer appears in our option. ഈ ആൻസർ ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടോ നോക്കിയേ, ഇതാ ഇവിടെയുണ്ട്, ബി ആണ് ആൻസർ, ബി. ഇനി ക്വസ്റ്റ്യൻ ഒന്നുകൂടെ, ഇനിയും സംശയമുള്ളവർക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചു നോക്കാൻ ഞാൻ 2 മിനിറ്റ് ടൈം തരാം. ഇനിയും സംശയമുള്ള ഒരു ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക, അപ്പൊ ക്ലിയർ ആവും. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാൽ കാര്യങ്ങൾ ക്ലിയർ ആവും. യെസ്, അടുത്തതിലേക്ക് ഞാൻ പോവുകയാണ്. എന്നാൽ അടുത്തത് നോക്കൂ. A body is moved along a straight line by a machine delivering constant power. ഒരു മെഷീൻ കോൺസ്റ്റന്റ് പവർ ഡെലിവറി ചെയ്ത് ഒരു ബോഡിയെ സ്ട്രെയിറ്റ് ലൈനിൽ കൊണ്ടുപോകുന്നു. ദ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദ ബോഡി ഇൻ ദ ടൈം ടി ഈസ് പ്രപ്പോർഷണൽ ടു. ഇത് ജെഇക്ക് വളരെ, അഡ്വാൻസ്ഡ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ചോദിച്ചതാണേലും റീസെന്റ് നീറ്റിന് 2 തവണ ചോദിച്ചിട്ടുണ്ട്, 2 times. നീറ്റിനല്ല കേട്ടോ, JEE മെയിനിന്. JEE മെയിനിന് 2 തവണ ചോദിച്ചിട്ടുണ്ട്. നോക്കൂ, ഇവിടെ എന്താണ് ക്യാച്ചിങ് ആയിട്ടുള്ള പോയിന്റ്? കോൺസ്റ്റന്റ് പവർ ആണ് ഡെലിവറി ചെയ്യുന്നത്, 1 dimension മോഷണമാണ്. പവറിനെ നമ്മൾ എങ്ങനെയാണ് സാധാരണ എഴുതുന്നത്? പവർ ഈസ് ഈക്വൽ ടു എഫ് ഡോട്ട് വി എന്നാ എഴുതുക. അത് മൾട്ടി ഡയമെൻഷണൽ മോഷൻ ആണെങ്കിൽ, 1 dimension മോഷൻ ആണെങ്കിൽ എഫ് ഇൻറ്റു വി എന്ന് എഴുതിയാൽ മതി. പവർ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു വി. ഓക്കെ, എഫ് ഇൻറ്റു വി ഈസ് പവർ വിച്ച് ഈസ് കോൺസ്റ്റന്റ്. അക്കോർഡിംഗ് ടു ക്വസ്റ്റ്യൻ, പവർ ഈസ് കോൺസ്റ്റന്റ്. ഇതെങ്ങനെ കോൺസ്റ്റന്റ് ആവുക? വെലോസിറ്റി കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണോ? വെലോസിറ്റിയും ഫോഴ്സും കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണോ? ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല. കാരണം ഫോഴ്സ് ഉണ്ടെങ്കിൽ വെലോസിറ്റി മാറില്ലേ? ഫോഴ്സ് ആക്ട് ചെയ്യുന്നതുകൊണ്ട് വെലോസിറ്റി കൂടും, പക്ഷെ ഫോഴ്സ് അതിനനുസരിച്ച് കുറയുന്നുണ്ടാവും. അങ്ങനെയായിരിക്കും കോൺസ്റ്റന്റ് ആയത്. See, as the velocity increases, what is happening? Force is decreasing. Like that, it is made a constant. ഇനി എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? എഫിനെ എം എന്ന് എഴുതാം, എം എക്ക് ഡി വി ഡി ടി എന്ന് എഴുതാം. സി, എഫിനെ എം എന്ന് എഴുതുക. ലുക്ക്, വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഈസ് ഹിയർ. എഫ് ക്യാൻ ബി റിട്ടൺ ആസ് മാസ് ടൈംസ് ആക്സലറേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു മാസ് ടൈംസ് ഡി വി ഡി ടി. ഇങ്ങനെ എഴുതിക്കൂടെ? അങ്ങനെ ഞാൻ എഴുതാൻ പോവാ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കൂ, എഫിനെ എം എ ഈസ് ഡി വി ഡി ടി, വി ഓൾറെഡി അവിടെ ഉണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു പി. ഇനി വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് ഞാൻ മാറുകയാണ്. വി ഡി വി ഈസ് ഈക്വൽ ടു എന്താണ് കുട്ടികളെ? പി ബൈ എം ഡി ടി. ഇൻ്റഗ്രേറ്റ് ചെയ്യുക വിത്ത് പ്രോപ്പർ ലിമിറ്റ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇനീഷ്യലി 0 ടൈമിൽ ഇതിൻ്റെ വെലോസിറ്റി 0 ആണെന്ന് അസ്യൂം ചെയ്യുക. കാരണം അങ്ങനെ 0 എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നില്ലെങ്കിലും ക്വസ്റ്റ്യനിൽ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണെന്ന് പറയുന്നില്ല കൃത്യമായിട്ട്. എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി 0, ഡിഫോൾട്ട് കണ്ടീഷൻ 0 എന്ന് എടുക്കുക. ഓക്കെ, അറ്റ് ടൈം ടി വെലോസിറ്റി വി ആണെന്ന് വിചാരിക്കുക.
അപ്പൊ ഇവിടെ വി സ്ക്വയർ ബൈ 2 എന്ന് വരും അല്ലേ? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കിയേ, വി സ്ക്വയർ ബൈ 2 ഞാൻ അങ്ങോട്ട് എടുക്കാൻ പോവാ. വി സ്ക്വയർ ഈസിക്കൽ 2 അങ്ങോട്ട് എടുത്തു. 2p ഡിവൈഡ് ബൈ m ഇൻറ്റു ടി എന്ന് എഴുതി. ഡി ടിയുടെ ഇന്റഗ്രൽ ടി ആണ്. അപ്പോൾ വി എന്താണ്? വാട്ട് ഈസ് വി? ഇതിന്റെ സ്ക്വയർ റൂട്ട് അണ്ടർ റൂട്ട് 2p ഡിവൈഡ് ബൈ m ഇൻറ്റു ടി. ടിയും റൂട്ടിന്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ. ഞാൻ വിയിൽ എത്തി നിൽക്കുക. എനിക്ക് എന്താ വേണ്ടത്? വാട്ട് ഐ വാണ്ട് ഇൻ ദിസ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദ ബോഡി ഇൻ ദ ടൈം ടി. വെലോസിറ്റിയിലെത്തി, ഇനി പൊസിഷനിൽ എത്തണം, എക്സിൽ എത്തണം. വി എനെ എങ്ങനെ എഴുതുക? ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതുക. സി വി എനെ ഞാൻ ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതി. ഈസ് ഈക്വൽ ടു അവിടെ ഉള്ളതുപോലെ തന്നെ എഴുതി, റൈറ്റ് ഹാൻഡ് സൈഡ് 2p ഡിവൈഡ് ബൈ m ഇൻറ്റു ടി. നോക്കൂ, ഈ സാധനം അതുപോലെ എഴുതി, ഇതിനെ ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതി. ഇനി ഡി എക്സിനെ എവിടെ വെച്ചു? ഡി ടി നെ അങ്ങോട്ട് കൊണ്ടുപോകും. ഓക്കെ, ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി ടി നെ അങ്ങോട്ട് കൊണ്ടുപോയി റൂട്ട് 2p ഡിവൈഡ് ബൈ m റൂട്ട് ടി ഡി ടി. ശരിയല്ലേ? ഞാൻ റൂട്ട് സെപ്പറേറ്റ് ചെയ്താ, റൂട്ട് ടി ഡി ടി ചെയ്യാൻ എളുപ്പത്തിന്. ഡി എക്സ് ഇനി ഇന്റഗ്രേറ്റ് ചെയ്യൂ. ഇനീഷ്യലി ഇത് എവിടെയാണെന്ന് നമുക്ക് അറിയില്ല. ടി ഈക്വൽ ടു 0 ഒറിജിനലാണെന്ന് വിശ്വസിക്കുന്നു. അറ്റ് സം ജനറൽ ടൈം ടി ഇറ്റ് ഈസ് അറ്റ് എക്സ്. ആ എക്സ് ആണ് എനിക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇത് എക്സ് എന്ന് വന്നു. വാട്ട് യു വിൽ ഗെറ്റ്? റൂട്ട് 2p ഡിവൈഡ് ബൈ m ആസ് ഇറ്റ് ഈസ് ടി ടു ദ പവർ 3/2 ഡിവൈഡഡ് ബൈ 3/2. ഇന്റഗ്രേറ്റ് ചെയ്താ ടി ടു ദ പവർ 3/2 ഡിവൈഡ് ബൈ 3/2. അപ്പൊ എക്സും ടിയും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ചോദ്യം. അപ്പൊ എക്സ് ഈസ് ഡയറക്ട്ലി പ്രപ്പോസ് ടു ടി ടു ദ പവർ 3/2. എക്സ് ഈസ് ഡയറക്ട്ലി പ്രപ്പോസ് ടു ടി ടു ദ പവർ 3/2. ഹിയർ ഈസ് ദ ആൻസർ, ടി ടു ദ പവർ 3/2. JEE മെയിനിന് 2 തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കുട്ടികളെ. ഡോണ്ട് ടേക്ക് ഇറ്റ് ലൈറ്റ്ലി, ഡോണ്ട് ടേക്ക് ഇറ്റ് ലൈറ്റ്ലി. ലൈവ് അവസാനം വരെ തന്നെ നിങ്ങൾ തുടരുക. എല്ലാ ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ചോദിക്കാൻ സാധ്യതയുള്ളത് തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇത് മാത്തമാറ്റിക്കലി കുറച്ച് ഐഡിയ ഉള്ള കുട്ടികൾക്ക് ഈസി ആയിട്ട് കിട്ടും. എങ്ങനെ മനസ്സിലായി ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയുക? പവർ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി ആണെന്ന് എനിക്കറിയാം അല്ലേ? എനിക്ക് എന്താ എക്സാ വേണ്ടത്? അതിന് വെലോസിറ്റിയിൽ എത്തണം. ഈ എക്സ് വേണം എവിടെ എത്തണം? വെലോസിറ്റിയിൽ എത്തണം. ഓക്കെ, വെലോസിറ്റിയിൽ എങ്ങനെ എത്തിക്കാമെന്ന് നോക്കൂ. ഫോഴ്സിനെ മാസ് ടൈംസ് ആക്സലേഷൻ എഴുതുക, എന്നിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് വെലോസിറ്റിയിൽ എത്തിയിട്ട് വെലോസിറ്റിക്ക് ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതി ഇങ്ങനെ ചെയ്യണം. ഇത് വളരെ ഹിമാലയൻ ടാസ്ക് ഒന്നും അല്ല. കുറച്ച് പ്രോബ്ലം ചെയ്ത് പരിചയമുള്ളവർക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സൈലത്തിൽ പഠിക്കുന്ന കുട്ടികൾ ഈസി ആയിട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇങ്ങനത്തെ എത്രയോ പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. പ്രോബ്ലം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ആ വഴിയിൽ എത്തുള്ളൂ കുട്ടികളെ. അല്ലാണ്ട് പ്രോബ്ലം കാണുമ്പോഴേ ഇതാണ് വഴി നമുക്ക് ഒരിക്കലും കിട്ടില്ല. യു ഷുഡ് ഹാവ് സം പ്രാക്ടീസ്. മോർ ആൻഡ് മോർ പ്രോബ്ലം യു ഹാവ് ടു ഡു. വിസ്മയ ബാബു സാർ, എനിക്ക് പറ്റുമോ ക്രാക്ക് ചെയ്യാൻ? നീ എത്രമാത്രം പഠിക്കുന്നുണ്ടെന്ന് എനിക്ക് എങ്ങനെ അറിയാം? ഞാൻ നേര് കണ്ടിട്ട് പോലുമില്ല. ഓക്കെ, ഇനി ഹാർഡ് വർക്ക് ചെയ്താലും മതി. ആദ്യമേ നിങ്ങൾക്ക് നിങ്ങളിൽ കോൺഫിഡൻസ് ഉണ്ടാവണം. മനസ്സിലായോ? നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. പഠിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നോ വൺ ക്യാൻ ഡു എനിത്തിങ് ഫോർ യു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവുകയാണ്. 6th ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതെല്ലാം കുറച്ച് മാത്തമെറ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജെയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ലിറ്റിൽ മാത്തമെറ്റിക്കൽ ആണ്, അത് മനസ്സിലാക്കണം. എ ബ്ലോക്ക് ഓഫ് മാസ് 2 kg ഈസ് ഫ്രീ ടു മൂവ് എലോങ് എക്സ് ആക്സിസ്. ഓക്കെ, ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റ് ആൻഡ് ഫ്രം t is equal to 0 onwards it is subjected to time dependent force f of t in x direction. Okay, one dimension motion ആണ്. The force f of t varies with the t as shown in the figure. ഇതാ force as a function of time ഇവിടെ തന്നിട്ടുണ്ട്. ഇക്വേഷൻ തന്നിട്ടില്ല, ഇക്വേഷൻ അല്ല തന്നെ, ഗ്രാഫാ തന്നെ. ഗ്രാഫിൽ നോക്കി ഇക്വേഷൻ എഴുതാൻ പഠിക്കണം. യു ഷുഡ് ബി ഏബിൾ ടു ഡു ദാറ്റ്. ഗ്രാഫിൽ നോക്കി ഫോഴ്സ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം എഴുതണം. ദ കൈനറ്റിക് എനർജി ഓഫ് ദ ബ്ലോക്ക് ആഫ്റ്റർ 4.5 സെക്കൻഡ്. 4.5 സെക്കൻഡ് കഴിയുമ്പോൾ ഇതിന്റെ കൈനറ്റിക് എനർജി അറിയണേ എന്ത് വേണം? വെലോസിറ്റി കണ്ടുപിടിക്കണം. ഹാഫ് എം വി സ്ക്വയർ ചെയ്താൽ പോരെ. എങ്ങനെയാ വെലോസിറ്റി കണ്ടുപിടിക്കുക? ആക്സലേഷൻ കണ്ടുപിടിക്കണം. എങ്ങനെയാ ആക്സലേഷൻ കണ്ടുപിടിക്കുക? ഫോഴ്സ് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മുടെ റൂട്ട് എന്താ? ഈ ഗ്രാഫിൽ നോക്കി ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതും. അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ആക്സലേഷൻ കണ്ടുപിടിക്കും.
അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? വെലോസിറ്റി കണ്ടുപിടിക്കും. അതിൽ നിന്ന് നമ്മൾ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കും. ഇതാണ് റൂട്ട്. ഇത് മനസ്സിലാക്കണം, കാണുമ്പോഴേ മനസ്സിലാക്കണം നമുക്ക് എന്താണ് തന്നത്, എന്താണ് ചോദിച്ചിട്ടുള്ളത്, അവ തമ്മിൽ എന്താണ് ലിങ്ക്. നമ്മളോട് കൈനറ്റിക് എനർജി ചോദിച്ചു, നമുക്ക് കണ്ടിട്ടുള്ള ഫോഴ്സും കൈനറ്റിക് എനർജിയും തമ്മിൽ എങ്ങനെ ലിങ്ക് ചെയ്യാം? ഫോഴ്സിൽ നിന്ന് ആക്സലേഷൻ, ആക്സലേഷനിൽ നിന്ന് വെലോസിറ്റി, വെലോസിറ്റിയിൽ നിന്ന് കൈനറ്റിക് എനർജി. ദാറ്റ്സ് എ തിങ്. ഇനി ഇവ തമ്മിൽ എന്ത് ചെയ്താൽ ഫോഴ്സിൽ നിന്ന് എങ്ങനെയാണ് ആക്സലേഷൻ കിട്ടുക? ഫോഴ്സിനെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, ആക്സലേഷൻ കിട്ടും. ആക്സലേഷൻ എങ്ങനെയാ വി കിട്ടുക? ആക്സലേഷനെ dv/dt എന്ന് എഴുതി ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ വെലോസിറ്റി കിട്ടും, ഇല്ലേ? ഇനി വെലോസിറ്റിയിൽ നിന്ന് എങ്ങനെയാ കൈനറ്റിക് എനർജി കിട്ടുക? ദാറ്റ് ഈസ് വെരി സിമ്പിൾ. 12 mv² ചെയ്യുകയാണെങ്കിൽ കൈനറ്റിക് എനർജി. അതാണ് നമുക്ക് വേണ്ടത്. ലെറ്റ് us proceed. ഓക്കെ, ഇത് ആദ്യമേ തന്നെ ഫോഴ്സിന്റെ ഫംഗ്ഷൻ എഴുതണം കുട്ടികളെ. ഫോഴ്സ് എഴുതണം, എന്നിട്ട് ആക്സലേഷൻ എഴുതാം. എങ്ങനെയാ ഫോഴ്സ് എഴുതുക? ഫോഴ്സ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. എങ്ങനെ എഴുതും? ഇറ്റ്സ് എ ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ, ഇല്ലേ? ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് y = mx + c എന്നുള്ള ഫോമിൽ എഴുതുക. ഇത് y, ഇത് x. yക്ക് പകരം എന്ത് എഴുതണം? f എഴുതണം. എക്സിന് പകരം t എഴുതണം. ശ്രദ്ധിക്കുക, എങ്ങനെ എഴുതാൻ പറ്റും? ഇതിന് നെഗറ്റീവ് സ്ലോപ്പാ ഉള്ളത്, അല്ലേ? m എന്ന് പറഞ്ഞാൽ -4/3, എക്സിന് പകരം t. ഇനി പ്ലസ് c എന്ന് പറഞ്ഞാൽ y ഇന്റർസെപ്റ്റ് 4 ആണ്. ഇതാണ് ഞാൻ ഈ ഗ്രാഫിൽ നോക്കി ഇക്വേഷൻ എഴുതി. ഇനി ആക്സലേഷൻ എഴുതൂ. ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സിനെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. മാസ് 2 ആണെന്ന് ക്വസ്റ്റ്യനിലുണ്ട് കേട്ടോ. മാസ് ഈസ് ഈക്വൽ ടു 2 kg എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പൊ ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യൂ. -2/3t + 2. അപ്പൊ ആക്സലേഷൻ കിട്ടിയില്ലേ? ഇനി ആക്സലേഷനെ എന്ത് ചെയ്യണം? ആക്സലേഷനെ dv/dt എന്ന് എഴുതുക. അപ്പൊ dv ഇവിടെ വെക്കുക, dt അങ്ങോട്ട് കൊണ്ടുപോവുക. ആക്സലേഷനെ dv/dt എന്ന് എഴുതി കൂടെ? എന്നിട്ട് dv ഇവിടെ വെച്ചിട്ട് dt അങ്ങോട്ട് കൊണ്ടുപോവുക. -2/3t + 2 dt. ഇനി എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യുക. t = 0യിൽ വെലോസിറ്റി 0 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഇനി എപ്പോഴത്തെ വെലോസിറ്റിയാണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾക്ക് ഈ ടൈമിലെ വെലോസിറ്റിയാണ് വേണ്ടത്. എന്ന് പറഞ്ഞാൽ 4.2ലെ വെലോസിറ്റിയാണ് വേണ്ടത്. 4.2 അല്ല, 4.5ലെ വെലോസിറ്റി നമുക്ക് വേണം. അത് v ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ എന്ത് വന്നു? v - 0, v എന്ന് വന്നു. v - 0 = അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് -t² + 2t എന്ന് വന്നു. ഇന്റഗ്രേറ്റ് ചെയ്ത എന്നിട്ട് എന്ത് വേണം? ലിമിറ്റ് 0 to 4.5. 0 to 4.5 ലിമിറ്റ് ഇട്ടു. ആ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായി? വെലോസിറ്റി കിട്ടി. ലെറ്റ് us do that. ഞാൻ ഈ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി -t² എന്ന് പറഞ്ഞാൽ 4.5 × 4.5, അതാണ് t², ഡിവൈഡഡ് ബൈ 3, ഇല്ലേ? പ്ലസ് 2t എന്ന് പറഞ്ഞാൽ 2 × 4.5. 2 × 4.5. ഇത് 3ഉം 4.5ഉം എത്രയാണ് കുട്ടികളെ? 1.5. 1.5 × 4.5 അത് എത്രയായിരിക്കും? 1.5 × 4.5. മൈനസ് അവിടെയുണ്ട്. അപ്പം 4.5ന്റെ പകുതിയും കൂടെ ആഡ് ചെയ്യുക. 6.75 + 9 അത് എത്ര കിട്ടി? വെലോസിറ്റി ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? 2.25, അല്ലേ? 2.25 എന്ന് കിട്ടി വെലോസിറ്റി. ഏത് സമയത്തെ വെലോസിറ്റി? ഈ സമയത്തെ വെലോസിറ്റി. എല്ലാവരും ഒന്ന് നോക്കിക്കേ, ഞാൻ എങ്ങനെയാ ചെയ്തതെന്ന് നോക്കിയേ. ഒന്നുമില്ല, നത്തിങ്. മാത്തമെറ്റിക്കലി സിമ്പിൾ ട്രിക്കേ ചെയ്തിട്ടുള്ളൂ ഞാൻ. ഇനി എനിക്ക് വേണ്ടത് എന്താ? കൈനറ്റിക് എനർജി. വെലോസിറ്റി കിട്ടിയാൽ പിന്നെ കൈനറ്റിക് എനർജി കിട്ടാൻ എന്താ ബുദ്ധിമുട്ട്? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ mv². m 2 ആണെന്നുണ്ട്, അല്ലേ? m is 2. അപ്പൊ ½ എന്ന് പറഞ്ഞാൽ അത് പോയി. അപ്പൊ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു v². v is what? 2.25ന്റെ സ്ക്വയർ. 2.25ന്റെ സ്ക്വയർ. ഈ 2.25ന്റെ സ്ക്വയർ a + b ഫോമിൽ എഴുതാം നമുക്ക്. കൈനറ്റിക് എനർജി a2 + 0.25 ഹോൾ സ്ക്വയർ. a + b ഹോൾ സ്ക്വയർ എന്ന് എഴുതി. അത് a², അത് 4 + b², 25 625. അപ്പോൾ ഒരു 0.0625 പ്ലസ് 2ab എന്ന് പറഞ്ഞാൽ അത് 1 കിട്ടി. 2a × b, 2 × 2 4, 4 × 0 അത് 1 എന്ന് കിട്ടി. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 5.0625 ജൂൾ. 5.0625 ജൂൾ എന്ന് കിട്ടി.
നോക്കൂ 5.0625 അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം നമുക്ക്. 5.06 ഇവിടെയുണ്ട്. 5.06 ഓപ്ഷൻ ഉണ്ട്. നോക്കൂ, ചെയ്ത എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കും, ഞാൻ ഇപ്പം തന്നെ പറഞ്ഞുതരാം. ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചോദിക്കുക. ഐ ക്യാൻ ഹെൽപ്പ് യു. സ്ഥിരമായിട്ട് ലൈവിലൊക്കെ വരുന്ന കുട്ടികൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. വല്ലപ്പോഴും ഒക്കെ വന്നു കയറി പോകുന്നവർക്കൊന്നും മനസ്സിലായെന്ന് വരില്ല കേട്ടോ. യെസ്, അടുത്തതിലേക്ക് നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ് നോക്കി. 7th ക്വസ്റ്റ്യൻ. സെവന്ത് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നോക്കി. എ പാർട്ടിക്കിൾ ഈസ് പ്ലേസ്ഡ് അറ്റ് ദ ഒറിജിൻ ആൻഡ് എ ഫോഴ്സ് F is equal to kx. F is equal to minus kx അല്ല, F is equal to kx is acted upon it where k is a positive constant. If u of 0 is 0 എന്ന് പറഞ്ഞാൽ ഒറിജിനിൽ x is equal to 0യിൽ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. The graph of u of x versus x will be where u is the potential energy of action. നമുക്ക് എന്താണ് തന്നത്? നമുക്ക് തന്നിട്ടുള്ള ഫോഴ്സ് ആണ് തന്നിട്ടുള്ളത്. നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? പൊട്ടൻഷ്യൽ എനർജി ചോദിച്ചു. അപ്പൊ ഇത് എന്ത് ഫോഴ്സ് ആയിരിക്കും? എവിടെയാണ് പൊട്ടൻഷ്യൽ എനർജി ഡിഫൈൻ ചെയ്യപ്പെടുക എന്ന് ചോദിച്ചാൽ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഡിഫൈൻഡ് ഓൺലി ഇഫ് ദ ഫോഴ്സ് ഈസ് കൺസർവേറ്റീവ്. അപ്പൊ ഇതൊരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ചോദിക്കില്ല. അപ്പൊ കൺസർവേറ്റീവ് ഫോഴ്സും പൊട്ടൻഷ്യൽ എനർജിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. F ഈസ് ഈക്വൽ ടു മൈനസ് du by dx. ഫോഴ്സ് ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി എന്ന് കേട്ടിട്ടില്ലേ? ഫോഴ്സ് ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. ഇവിടെ ഫോഴ്സ് തന്നു, പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ du ഈസ് ഈക്വൽ ടു, നമുക്ക് പൊട്ടൻഷ്യൽ എനർജി അല്ലേ വേണ്ടത്, du ഈസ് ഈക്വൽ ടു മൈനസ് എഫ് ഡി എക്സ്. du ഈസ് ഈക്വൽ ടു മൈനസ് എഫ് ഡി എക്സ്. ലെറ്റ് മീ കണ്ടിന്യൂ. du ഈസ് ഈക്വൽ ടു എഫ് എന്താണ് കുട്ടികളെ? എഫ് ഈസ് ഈക്വൽ ടു കെ എക്സ് അല്ലേ? അപ്പൊ കെ എക്സ് ഡി എക്സ് മൈനസ് കളയരുത്, മൈനസ് ഉണ്ട്. ഇനി എന്താ ചെയ്യണ്ടേ? ഇനിയാണ് ഡി യു ആണ് നിങ്ങൾക്ക് കിട്ടിയത് അല്ലേ? നിങ്ങൾക്ക് യുവിൽ എത്തണമെങ്കിൽ യു ഹാവ് ടു ഇന്റഗ്രേറ്റ്. എക്സ് ഈസ് ഈക്വൽ ടു 0യിൽ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. എക്സ് ഈസ് ഈക്വൽ ടു സം എക്സിൽ പൊട്ടൻഷ്യൽ എനർജി യു ആണെന്ന് വിചാരിക്കുക. ശ്രദ്ധിക്കൂ, ലിമിറ്റ് ശ്രദ്ധിക്കൂ. യു ഓഫ് 0 ഈ 0 എന്ന് ഇവിടെ പറയുന്നുണ്ട്. യു ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്താ? യു വെൻ എക്സ് ഈസ് ഈക്വൽ ടു 0 ഈ 0. പൊട്ടൻഷ്യൽ എനർജി വെൻ എക്സ് ഈസ് ഈക്വൽ ടു 0 ഈ 0. പൊട്ടൻഷ്യൽ എനർജി വെൻ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഈ സം യു ആണെന്ന് വിചാരിക്കുക. അപ്പൊ യു എന്ത് കിട്ടി? യു ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. എന്ത് കിട്ടി കുട്ടികളെ? ദാറ്റ് ഈസ് സോ സിമ്പിൾ. മൈനസ് ഹാഫ് കെ എക്സ് സ്ക്വയർ എന്ന് കിട്ടി. ശരിയല്ലേ? ഈ ഫംഗ്ഷൻ എങ്ങനെ? ഇനി മാത്തമാറ്റിക്സ് യു ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ് കേട്ടോ. യു ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഹാഫ് കെ എക്സ് സ്ക്വയർ ഇല്ലേ? ഇത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇത് മാത്തമെറ്റിക്കലി നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഹൗ ഇറ്റ് വുഡ് ബി. ഇതൊരു പരാബോളയാണെന്ന് എല്ലാവർക്കും അറിയാം, പാസിംഗ് ത്രൂ ഒറിജിൻ ആണെന്ന് അറിയാം ഇല്ലേ? ഇനി എങ്ങോട്ടാണ് ഇത് ഓപ്പൺ ചെയ്തിരിക്കുന്നതെന്ന് അറിയാമോ? ഡു യു നോ വാട്ട് ഡയറക്ഷൻ ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഓപ്പൺ? ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഓപ്പൺ ഡൗൺവേർഡ് അല്ലേ? ശരിയല്ലേ? ഡൗൺവേർഡ് ഇൻ ദ സെൻസ് മൈനസ് വൈ ഡയറക്ഷനിലായിരിക്കും ഇത് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മൈനസ് യുവിന്റെ ഡയറക്ഷൻ, യുവിന്റെ മൈനസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? വാട്ട് വിൽ ഇറ്റ് ബി? ഇറ്റ് വിൽ ബി ദിസ് വൺ. എ ആണ് ആൻസർ. ഫോഴ്സ് മൈനസ് കെ എക്സ് ആയിരുന്നുവെങ്കിൽ നിങ്ങൾ വേറൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? സ്പ്രിംഗ് ഫോഴ്സ് അത് മൈനസ് കെ എക്സ് ആയിരുന്നു. എഫ് ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് ആയിരുന്നുവെങ്കിൽ യു എന്ത് വന്നേനെ? യു ഈസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ എന്ന് വന്നേനെ. അപ്പൊ ഇത് ആൻസർ വന്നേനെ. സ്പ്രിംഗ് ഫോഴ്സ് ആയിരുന്നു ഇത് വന്നേനെ. അവിടെ ഫോഴ്സ് മൈനസ് കെ എക്സ്, പൊട്ടൻഷ്യൽ എനർജി ഹാഫ് കെ എക്സ് സ്ക്വയർ. ഇവിടെയോ ഫോഴ്സ് കെ എക്സ്, അപ്പൊ പൊട്ടൻഷ്യൽ എനർജിയോ മൈനസ് ഹാഫ് കെ എക്സ് സ്ക്വയർ. ഡിഫറൻസ് മനസ്സിലാക്കൂ പെട്ടെന്ന്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവാം. 7th ക്വസ്റ്റ്യൻ ഈസ് ഓവർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐ ആം ഗോയിങ് ടു. ഇത് മനസ്സിലായോ എല്ലാവർക്കും? സിമ്പിളാണ്, ഇത് വളരെ സിമ്പിളാ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയ കുട്ടികളെ, ഇതും അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ മാത്തമെറ്റിക്കലി ഡിഫിക്കൽട്ട് ആണ്. അതേ ഫിസിക്സ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ബട്ട് ഇറ്റ് ഈസ് ലിറ്റിൽ ഡിഫിക്കൽട്ട് മാത്തമെറ്റിക്കലി. ഓക്കെ, നോക്കൂ. എ പാർട്ടിക്കിൾ
which is constrained to move along x-axis is subjected to a force in the same direction which varies with the distance x of the particle from the origin as x in the function നോക്കൂ minus kx plus ax cube. That is a function of x. Look there. കഴിഞ്ഞ പ്രാവശ്യത്തെ ഫംഗ്ഷൻ അല്ല. കഴിഞ്ഞ പ്രാവശ്യം എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു കെ എക്സ് തന്നെ. ഇപ്പൊ കുറച്ചുകൂടെ ടഫ് ആക്കിയവര്. എന്നിട്ടോ വേർ കെ ആൻഡ് എ ആർ പോസിറ്റീവ് കോൺസ്റ്റന്റ്. കെയും എയും പോസിറ്റീവ് കോൺസ്റ്റന്റുകളാണ്. ഫോർ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 the functional form of potential energy f of x for the particle is. അപ്പൊ ഡൊമൈനും തന്നു. കണ്ടോ, ഈ ഫോഴ്സിന്റെ ഡൊമൈൻ തന്നു. അപ്പൊ പൊട്ടൻഷ്യൽ എനർജിയുടെ ഡൊമൈനും ഇത് തന്നെയായിരിക്കും. ഡൊമൈൻ ഓഫ് എ ഫംഗ്ഷൻ. This is a function of x whose domain is this. What is that? X is greater than or equal to 0. എന്ന് പറഞ്ഞാൽ you have to think about the graph only about this part. X is greater than or equal to 0. പോസിറ്റീവ് പാർട്ടിൽ ഈ ഗ്രാഫ് എങ്ങനെയാണെന്ന് ചോദ്യം. നെഗറ്റീവ് എക്സിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടെന്ന് അർത്ഥം ഇല്ലേ? അപ്പൊ ഫോഴ്സ് ആണ് തന്നിട്ടുള്ളത്. ഇക്വേഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ ചോദിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഗ്രാഫ് ചോദിച്ചിട്ടുള്ളത് പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ ഫോഴ്സും പൊട്ടൻഷ്യൽ എനർജിയും തമ്മിൽ എന്താണ് ബന്ധം? ഈ ഫോഴ്സ് ഈസ് കൺസർവേറ്റീവ്. ഞാൻ ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. ഈ ഫോഴ്സ് ഈസ് കൺസർവേറ്റീവ്. എഫ് ഓഫ് എക്സ്, എഫ് ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ഈസ് മൈനസ് വാട്ട് ഡി യു ബൈ ഡി എക്സ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. നമ്മളിപ്പൊ കണ്ടതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഡി യു എങ്ങനെ എഴുതണം? മൈനസ് എഫ് ഓഫ് എക്സ് ഡി എക്സ് എഴുതി ഇന്റഗ്രേറ്റ് ചെയ്യണം. ശരിയല്ലേ? അത് ഞാൻ അടുത്ത പേജിലേക്ക് പോവുകയാണ്. How will you do that? See, I already told you what du is minus f of x dx ആണെന്ന് ഞാൻ പറഞ്ഞു. dx ഇല്ലേ? Therefore du is equal to minus f of x എന്താണ് കുട്ടികളെ? Look here, minus kx plus ax cube dx. ഇനി ഇതിനെ എന്ത് ചെയ്യണമെന്നറിയാമോ? യു ഹാവ് ടു ഇന്റഗ്രേറ്റ് ഇറ്റ്. ഹൗ വിൽ യു ഇന്റഗ്രേറ്റ്? ഡി യു ഇന്റഗ്രേറ്റ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0. പൊട്ടൻഷ്യൽ എനർജി 0 ആണെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല എങ്കിലും ബൈ ഡിഫാൾട്ട് ക്വസ്റ്റ്യനിൽ എത്രയാണ് എക്സ് ഈസ് ഈക്വൽ ടു 0യിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾ 0 എടുക്കുക. അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു സം ജനറൽ എക്സ് പൊട്ടൻഷ്യൽ എനർജി യു ആണെന്ന് വിചാരിക്കുക. അപ്പൊ യു ഈസ് ഈക്വൽ ടു വാട്ട് യു വിൽ ഗെറ്റ്. ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്, അല്ലെങ്കിൽ പ്ലസ് ആയി ഇല്ലേ? പ്ലസ്, ലെറ്റ് മീ ഡു ദാറ്റ്, മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയി ഹാഫ് കെ എക്സ് സ്ക്വയർ മൈനസ് റൺ ചെയ്യുമ്പം മൈനസ് എ എക്സ് ടു ദ പവർ 4 ഡിവൈഡഡ് ബൈ 4 എന്ന് വന്നു. ഇതാണ് പൊട്ടൻഷ്യൽ എനർജി ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. പൊട്ടൻഷ്യൽ എനർജി ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. ഇനി നിങ്ങൾക്ക് ഈ ഫംഗ്ഷന്റെ ഗ്രാഫ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കണം. അത് ഇവിടെ ഫിസിക്സ് അവസാനിച്ചു. ഫിസിക്സ് ഈസ് ഓവർ ഹിയർ. ഇനി മാത്സ് ആണ് നിങ്ങൾ ഡീൽ ചെയ്യേണ്ടത്. എങ്ങനെ ഇതിന്റെ ഗ്രാഫ് അറിയുക? നമ്മുടെ ഡൊമൈൻ എന്താണെന്ന് ഞാൻ പറഞ്ഞേ. ഡൊമൈന്, ലുക്ക് ഹിയർ, ഡൊമൈൻ എക്സ് ഈസ്, ഡു യു നോ ദ ഡൊമൈൻ? എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യിലേക്ക് അറിയുക. അപ്പൊ നമ്മൾ എൻഡ് പോയിന്റ് കൊടുക്കുമ്പോൾ മൈനസ് ഇൻഫിനിറ്റിയും പ്ലസ് ഇൻഫിനിറ്റിയും അല്ല കൊടുക്കേണ്ടത്. എൻഡ് ബിഹേവിയർ കണ്ടുപിടിക്കാൻ. ഇവിടെ എൻഡ് ബിഹേവിയർ കണ്ടുപിടിക്കാൻ എക്സ് ഈസ് ഈക്വൽ ടു 0യിൽ ഇത് എങ്ങനെയാണെന്ന് നോക്കൂ. അറ്റ് x is equal to 0. How would it be? എക്സിന് 0 കൊടുക്കൂ. അപ്പൊ എന്ത് കിട്ടി? u of x എന്താണ്? 0 ആണ്. അപ്പൊ 0യിൽ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഇനി അറ്റ് x is equal to പ്ലസ് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകരുത്. പ്ലസ് ഇൻഫിനിറ്റി u of x എന്തായിരിക്കും? അതാണ് നിങ്ങളുടെ മാത്സിലെ ലിമിറ്റിനെ കുറിച്ചുള്ള നോളജ് വേണ്ടത്. ഈ ടൈം അല്ലേ കുട്ടികളെ ഡോമിനേറ്റ് ചെയ്യുക? വലിയ എക്സിൽ ഈ ടൈമാണ് ഡോമിനേറ്റ് ചെയ്യുക. എയും 4ഉം എക്സും പോസിറ്റീവ് നമ്പേഴ്സാണ്. കാരണം പ്ലസ് ഇൻഫിനിറ്റിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം പോസിറ്റീവ് നമ്പേഴ്സ് ആണെങ്കിൽ വലിയൊരു നമ്പർ, ദാറ്റ് മീൻസ് യു ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ആയിരിക്കും. ശരിയല്ലേ? യു ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ്. വൈ? ബിക്കോസ് ദിസ് ടേം വിൽ ഡോമിനേറ്റ് അറ്റ് ലാർജ് എക്സ്. At a small x, this term will dominate. At a large x, this term will dominate. എന്ന് പറഞ്ഞാൽ 0 to മൈനസ് ഇൻഫിനിറ്റി പോകുന്ന ഒരു ഗ്രാഫ് ആയിരിക്കണം. അങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ ഇതിന്റെ ഫർദർ പോസ്റ്റ്മോർട്ടം നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഇത് എക്സ് ഇന്റർസെപ്റ്റ് എവിടെയാണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതിലേക്ക് എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് പോകുന്നില്ല. ഓക്കെ, ഞാൻ പറയാം. ഇത് എവിടെയൊക്കെ ഇന്റർസെപ്റ്റ് ചെയ്യുമെന്ന് നോക്കാം.
ഇതിനെ എന്ത് ചെയ്യുക, എക്സ് സ്ക്വയർ പുറത്തേക്ക് എടുത്ത കുട്ടികളെ, ഈ ഫംഗ്ഷന്റെ എക്സ് സ്ക്വയർ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ എക്സ് സ്ക്വയർ, ലുക്ക്, എക്സ് സ്ക്വയർ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ വാട്ട് യു വിൽ ഗെറ്റ് k/2 മൈനസ് ax സ്ക്വയർ ബൈ 4. ഓക്കെ, ഇത് 0 ആവുന്ന എവിടെയാണെന്ന് നോക്കുക. സെറ്റ് ടു 0, ഇത് എവിടെ 0 ആവുന്നു എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷന്റെ റൂട്ട് ഏതൊക്കെ, 0 ഏതൊക്കെയാ, x ഈസ് ഈക്വൽ ടു 0 ഒരു 0 ആണ്, വീണ്ടും എക്സ് സ്ക്വയർ ഉള്ളതുകൊണ്ട് x ഈസ് ഈക്വൽ ടു 0 വേറൊരു 0 ആണ്, പിന്നെ വേറൊരു 0യും കൂടെ ഉണ്ട് അല്ലേ. വാട്ട് ഈസ് ദാറ്റ്, x ഈസ് ഈക്വൽ ടു റൂട്ട് 2k/a, ശരിയല്ലേ. ഇത്ര എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ഹാവ് ഈ x ഈസ് ഈക്വൽ ടു 0 0 എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം. എങ്ങനെ പോകും ഈ ഗ്രാഫ്, എങ്ങനെ പോകുമെന്നറിയാം. മാത്തമെറ്റിക്കലി ആലോചിച്ച് നോക്കൂ, ഗ്രാഫ് എങ്ങനെ പോകണം, 0യിൽ അത് ടച്ച് ചെയ്യണം, ഇന്റർസെപ്റ്റ് ഇത് കണ്ടോ, ഇങ്ങനെ ടച്ച് ചെയ്യണം, ഇങ്ങനെ ടച്ച് ചെയ്ത് പിന്നെ ഇതിന് വേറൊരു ഇന്റർസെപ്റ്റ് കൂടെ ഉണ്ടാവണം അല്ലേ. കാരണം ഇതൊരു പോസിറ്റീവ് വാല്യൂ ആണ്, എയും കെയും എല്ലാം പോസിറ്റീവ് ആണെന്ന് പറയുന്നുണ്ട്. therefore what will happen, this graph will shoot up and it will have another another 0 x intercept. Then what, it should go to negative infinity. As it is going this direction, positive infinity, x പോസിറ്റീവ് ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ y എങ്ങോട്ട് പോകണം, നെഗറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് പോകണം. ഇങ്ങനെ ഒരു ഗ്രാഫ് ആയിരിക്കണം. മാത്തമെറ്റിക്കലി നോക്കുകയാണെങ്കിൽ ഇതിന്റെ പീക്ക് എവിടെയാണെന്ന് എല്ലാം കണ്ടുപിടിക്കാം. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ എവിടെയാണ് ഇതിന്റെ പീക്ക് കിട്ടുന്നതെന്ന് എല്ലാം നമുക്ക് കണ്ടുപിടിക്കാം. എവരിത്തിങ് ക്യാൻ ബി ഫൗണ്ട്. ഇതെല്ലാം മാത്തമെറ്റിക്കൽ നോളജ് ആണ്. ഓക്കെ, ഇവിടെ വരെ ഫിസിക്സ് ഉള്ളൂ, ഓൺലി അപ് ടു ഹിയർ. അങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ടോ എന്ന് നോക്കി. ലുക്ക്, ഹിയർ ഈസ് ദ ഗ്രാഫ്, ഹിയർ ഈസ് ദ ഗ്രാഫ്, ലുക്ക് ഹിയർ, ദാറ്റ് ഈസ് ദ ഗ്രാഫ്. മനസ്സിലായോ എല്ലാവർക്കും? ഇതിന്റെ ബാക്കി ഇവിടെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഇവിടം വരെയേ ഫിസിക്സ് ഉള്ളൂ. ദ റെസ്റ്റ് ഓഫ് ദ തിങ്സ് ആർ ഓൾ മാത്തമെറ്റിക്സ്. ക്ലിയർ? വെരി ഗുഡ്. കുറെ കുട്ടികൾ ക്ലിയർ എന്ന് പറയുന്നുണ്ട്. ഒരു 10 പേര് ക്ലിയർ എന്ന് പറഞ്ഞാൽ ഐ ആം ഹാപ്പി. ക്ലിയർ ആയവരെല്ലാം ക്ലിയർ എന്ന് പറഞ്ഞേ. ക്ലിയർ ആയവരല്ല, ഈ മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻ എന്താണെന്ന് മനസ്സിലായവരെല്ലാം ഒന്ന് പറഞ്ഞേ. സൈന്യത്തിലെ കുട്ടികളെ ഇതൊക്കെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടാകും. ഇക്ബാൽ സാറും ജസിമോൻ സാറും ഡിപിൻ സാറും എല്ലാം വീണ്ടും 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 ഇത് പറഞ്ഞിട്ടുണ്ടാവും. എന്താണ് സംഭവം, ഫംഗ്ഷൻ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, ഗ്രാഫ് എങ്ങനെയാണെന്നുള്ള കാര്യം. വെരി ഗുഡ്. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ. ഇത് ജെയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. JEE മെയിൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അഡ്വാൻസ്ഡ് 94 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. JEE മെയിന് ഏതാ ഇയർ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് റിമെമ്പർ. 2018 തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത്. 18 ആണോ 19 ആണോ എന്ന് ഓർമ്മയില്ല. എനിഹൗ ഇറ്റ് ഈസ് ആസ്ക്ഡ്. നോക്കൂ, a particle of mass m is moving in a circular path of constant radius r such that its centripetal acceleration is varying with the time t as this. Centripetal acceleration is varying എന്ന് പറഞ്ഞാൽ it is non-uniform circular motion, no doubt. അപ്പൊ ഇതിന് 2 ആക്സിലേഷൻ ഉണ്ടാകും കുട്ടികളെ. ഒന്ന് സെൻട്രിപിറ്റൽ ആക്സിലേഷൻ, ഒന്ന് ടാൻജൻഷ്യൽ ആക്സിലേഷൻ ഉണ്ടാവും. നോ ഡൗട്ട് അറ്റ് ഓൾ. There k is a constant. Okay. The power delivered to the particle by the force acting on it. പവർ ഡെലിവേർഡ് കണ്ടുപിടിക്കണം. ഓക്കെ, പല രീതിയിൽ ചെയ്യാം. ഓക്കെ, ആദ്യമേ തന്നെ ഇതിന്റെ വെലോസിറ്റി കിട്ടുമോ എന്ന് നോക്കാം. വെലോസിറ്റി ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. കാരണം സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, v²/r ആണെന്ന് നിങ്ങൾക്ക് അറിയാം. v²/r നമുക്ക് അപ്പൊ v² വേണമെങ്കിൽ നമുക്ക് AC-നെ r കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതാണ് AC. അപ്പൊ v² ഈസ് ഈക്വൽ ടു, ഇതിൽ നിന്ന് v² ഈസ് ഈക്വൽ ടു AC × r എന്ന് പറഞ്ഞാൽ k² r² t². കാരണം ഇവിടെ AC ഉണ്ട് കുട്ടികളെ. AC ഇതിനെ r കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിൽ നിന്ന് v കണ്ടുപിടിക്കാൻ നമുക്ക്. v വാട്ട് ഈസ് വെലോസിറ്റി, ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ പോരെ. വെലോസിറ്റി ഈസ് krt. ഇനി എന്ത് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫോഴ്സ് ആക്സലേഷൻ കണ്ടുപിടിക്കാം, ഫോഴ്സ് കണ്ടുപിടിക്കാം. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത ആക്സലേഷൻ കിട്ടും. ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ നിന്ന് ആക്സലേഷൻ കണ്ടുപിടിക്കാം. എന്താ, dv/dt. അങ്ങനെ തന്നെ നമുക്ക് ചെയ്യാം. ദാറ്റ് വിൽ ബി ഈസി. ഓക്കെ, ലെറ്റ് മീ ഡു ദാറ്റ്. നമുക്ക് എന്ത് ചെയ്യാം, ആക്സലേഷൻ കണ്ടുപിടിക്കും ഇമ്മീഡിയറ്റ്ലി.
ആക്സലേഷൻ ഏത് ആക്സലേഷനാണ് കിട്ടുന്നതെന്ന് അറിയാം? ഈ ആക്സലേഷൻ അല്ല കിട്ടുന്നത്, ഇതിന്റെ ടാൻജൻഷ്യൽ ആക്സലേഷൻ ആണ് കിട്ടുന്നത്. ടാൻജൻഷ്യൽ. ലുക്ക്, ഐ വാണ്ട് ടു മേക്ക് യു ക്ലിയർ ദിസ്. It has two acceleration, children. One acceleration is centripetal, another acceleration is tangential. ഈ ടാൻജൻഷ്യൽ ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. ഈ ആക്സലേഷൻ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. Acceleration, centripetal acceleration is due to the change in direction of velocity. Tangential acceleration is due to the change in magnitude of velocity. അപ്പൊ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഓക്കെ, ഒരു ചെറിയ ടെക്നിക്കൽ ട്രബിൾ ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് റീസോൾവ്ഡ്. ഞാൻ പറഞ്ഞത് എന്താന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മൾ വെലോസിറ്റിയിലാണ് വന്നു നിൽക്കുന്നത്. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് ആക്സിലറേഷൻ കിട്ടും. ഏത് ആക്സിലറേഷൻ കിട്ടും എന്ന് ചോദിച്ചാൽ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ കിട്ടും. അതെന്താണ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കൂ. വൈ ഇറ്റ് ഈസ് സോ. ഈ നോൺ യൂണിഫോം സർക്കുലർ മോഷൻ ഉള്ള ഒരു പാർട്ടിക്കിളിന് രണ്ട് ആക്സിലറേഷൻ ഉണ്ട് കുട്ടികളെ. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഉണ്ട്, AT ഉണ്ട്, ടാൻജൻഷ്യൽ ആക്സിലറേഷൻ, ACയും ഉണ്ട്. AC സെന്റിപിറ്റൽ ആക്സിലറേഷനും ഉണ്ട്. ഈ സെന്റിപിറ്റൽ ആക്സിലറേഷൻ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ വെലോസിറ്റിയുടെ ഡയറക്ഷനിൽ വരുന്ന ചേഞ്ച് കൊണ്ട് സെന്റിപിറ്റൽ ആക്സിലറേഷൻ ഉണ്ടാവുന്നു. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിൽ ചേഞ്ച് വരുന്നതുകൊണ്ട് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഉണ്ടാവുന്നു. അപ്പൊ ഇത് മാഗ്നിറ്റ്യൂഡാണ് സാധനം. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടാൻജൻഷ്യൽ ആക്സിലറേഷൻ കിട്ടും. സെന്റിപിറ്റൽ ആക്സിലറേഷൻ ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്, അതുമായിട്ട് നമുക്ക് ഇപ്പം ബന്ധമില്ല. അപ്പൊ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. AT എന്ന് പറഞ്ഞാൽ എന്താ? dv/dt അല്ലേ? ദാറ്റ് ഈസ് KR. K into R. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താ അപ്പം നമുക്ക് FT കിട്ടും. FT എന്ന് പറഞ്ഞാൽ എന്താ? ടാൻജൻഷ്യൽ ഫോഴ്സ്, മാസ് ടൈംസ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ MKR. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫോഴ്സ് ഉണ്ട്, വെലോസിറ്റി ഉണ്ട്. ഇനി ഇവിടെ നോക്കൂ, ഫോഴ്സും ഉണ്ട്. ദിസ് ഈസ് ദ ഫോഴ്സ്. ഫോഴ്സ് ഉണ്ട്, ഹിയർ ഈസ് ദ ഫോഴ്സ്, ഹിയർ ഈസ് ദ വെലോസിറ്റി. അപ്പൊ പവർ കണ്ടുപിടിക്കാം. ഓക്കെ, അല്ല എങ്കിൽ നമുക്കൊരു കാര്യം, വേറൊരു ഫോഴ്സ് കൂടി ഉണ്ടല്ലോ, സെന്റിപിറ്റൽ ഫോഴ്സും ഉണ്ടല്ലോ. അപ്പൊ പവർ ഈസ് ഈക്വൽ ടു, ലെറ്റ് മീ ഡു ലൈക്ക് ദാറ്റ്. പവർ ഈസ് ഈക്വൽ ടു FC സെന്റിപിറ്റൽ ഫോഴ്സ് പ്ലസ് FT ടാൻജൻഷ്യൽ ഫോഴ്സ്, അത് രണ്ടും കൂടിയാണ് ഫോഴ്സ്, ഡോട്ട് വി നെറ്റ് ഫോഴ്സ് ഡോട്ട് വി. പക്ഷെ എന്തുകൊണ്ടാണ് FC ഡോട്ട് വി സീറോ ആയി പോകും? കാരണം FCയും വിയും പെർപെൻഡിക്കുലറാണ്. FC എന്ന് പറഞ്ഞാൽ എന്താ? സെന്റിപിറ്റൽ ഫോഴ്സ്. വി ഇങ്ങനെ പെർപെൻഡിക്കുലർ അല്ലേ? അപ്പൊ ഇതേ ഡോട്ട് ഇത് സീറോ ആയി പോകും. FT ഡോട്ട് വി എന്ന് പറയുന്നത് FT ഇൻറ്റു വി എന്ന് എഴുതാം. അത് രണ്ടും ഒരേ ഡയറക്ഷനാണ്. Therefore പവർ ഈസ് ഈക്വൽ ടു ടാൻജൻഷ്യൽ ഫോഴ്സ് ഇൻറ്റു വി. ടാൻജൻഷ്യൽ ഫോഴ്സ് എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു MKR. വി എത്രയാ? ഇതാ ഇവിടെ വി നമ്മൾ KRT എന്ന് എഴുതിയിട്ടുണ്ട്. KRT ലൈക്ക് വൈസ് MK² R²T MK² R²T. അങ്ങനെയുണ്ടോ കുട്ടികളെ? നോക്കി, MK² R²T ഇതാ ഇവിടെയുണ്ട്. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ centripetal force does not contribute to power. Tangential force only contribute to power. Tangential forceum velocityയും parallel ആണ്. Centripetal forceum velocityയും perpendicular ആണ്. Therefore its dot product will be 0. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഇത് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ആണ്. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുന്നത് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ആണ്. ടാൻജൻഷ്യൽ ആക്സിലറേഷൻ, യു വിൽ ഗെറ്റ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ. ടാൻജൻഷ്യൽ ആക്സിലറേഷൻ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ടാൻജൻഷ്യൽ ഫോഴ്സ് കിട്ടും. ദാറ്റ് ഈസ് ദിസ്. ഇപ്പൊ രണ്ട് ഫോഴ്സാണ് ഇവിടെ ഉള്ളത്. ഏതൊക്കെയാ? ടാൻജൻഷ്യൽ ഫോഴ്സും അതുപോലെ സെൻട്രിപിറ്റൽ ഫോഴ്സും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവുകയാണ്. ആരും ലൈവിൽ വിട്ടുപോകരുത്, ബിക്കോസ് ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓൾ ക്വസ്റ്റ്യൻസ് ആർ സോ ഇമ്പോർട്ടൻറ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോട്ടെ. ഇതിൽ ഡൗട്ട് ഉണ്ടോ എന്നോട് ചോദിക്കൂ. ഇത് സാധാരണ എല്ലാവർക്കും ഒരു ഡൗട്ടുള്ള
കാര്യമാണ് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇതെന്താണ് സംഭവം നോക്കൂ. എ സ്റ്റോൺ ടൈഡ് ടു ദ സ്ട്രിങ് ഓഫ് ലെങ്ത് L is whirled in a vertical circle with the other end of the string at the center. ഇതാ ഈ എൻഡ് സെന്ററിലാണ്. ഇങ്ങനെ കറക്കിയാണ് ഗ്രാവിറ്റേഷൻ ഫീൽഡിൽ വെർട്ടിക്കൽ സർക്കിൾ കറക്കിയാണ്. അറ്റ് എ certain instant of time the stone is at lowest position and has speed u. കണ്ടോ, ഇവിടെയാണ് സ്പീഡ് u ആണ്. ഇനി എന്താ വേണ്ടത് നമുക്ക്? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി. മാഗ്നിറ്റ്യൂഡ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി. ചേഞ്ച് ഇൻ വെലോസിറ്റി കണ്ടുപിടിച്ചിട്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. ആസ് ഇറ്റ് റീച്ചസ് ദ പൊസിഷൻ വേർ ദ സ്ട്രിങ് ഈസ് ഹൊറിസോണ്ടൽ. സ്ട്രിങ് ഹൊറിസോണ്ടൽ ആവുമ്പോൾ ഇതിന്റെ വെലോസിറ്റിയുടെ ചേഞ്ചിന് വന്ന മാഗ്നിറ്റ്യൂഡിന് വന്ന ചേഞ്ച് അല്ല, വെലോസിറ്റിയുടെ ചേഞ്ച് കണ്ടുപിടിക്കുക, അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ ചെയ്യാം? ഇവിടുത്തെ വെലോസിറ്റി യു ആണെങ്കിൽ ഇവിടുത്തെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും സ്പീഡ്. ഇവിടുത്തെ സ്പീഡ് യു ആണെങ്കിൽ ഇവിടുത്തെ സ്പീഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ? എനർജി കൺസർവേഷൻ അപ്ലൈ ചെയ്താൽ മതി. ഇവിടുത്തെ എനർജിയും ഇവിടുത്തെ എനർജി ഈക്വൽ ആയിരിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നോക്കൂട്ടികളെ, ആദ്യമേ ഞാൻ ഈ വിയുടെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പോവാം. ഹൗ വിൽ ഐ ഫൈൻ? അവിടുത്തെ കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയറും അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എം ജി എച്ച് എന്നുള്ളത് L. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ താഴെയുള്ള കൈനറ്റിക് എനർജി കിട്ടണം. ഹാഫ് എം യു സ്ക്വയർ കിട്ടണം. ശരിയല്ലേ? ആലോചിച്ച് നോക്കി. ഇവിടെ ഞാൻ ഇത് ഗ്രൗണ്ട് ലെവലായിട്ട് എടുത്തു കേട്ടോ. ഇത് റെഫറൻസ് ലെവലാണ്. ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ഇല്ല, ഇവിടെ കൈനറ്റിക് മാത്രമേ ഉള്ളൂ. ഓൺലി കൈനറ്റിക്. ഇവിടെ പൊട്ടൻഷ്യൽ ഉണ്ട്, കൈനറ്റിക് ഉണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യാം? ഹാഫ് എം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എനിക്ക് വി ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ മൈനസ് 2GL എന്ന് വന്നു. അപ്പൊ വെലോസിറ്റി സ്പീഡ് ഈസ് ഈക്വൽ ടു അണ്ടർ റൂട്ട് യു സ്ക്വയർ മൈനസ് 2GL എന്ന് വന്നു. കുട്ടികളെ, എനിക്ക് രണ്ടെണ്ണത്തിന്റെയും മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. ഇനീഷ്യൽ വെലോസിറ്റി ഇത് കേട്ടോ, ഇനീഷ്യൽ വെലോസിറ്റി ഇത്, അല്ലെങ്കിൽ ഇനീഷ്യൽ സ്പീഡ് ഇത്, ഇനീഷ്യൽ ഫൈനൽ സ്പീഡ് ഇത്. ഇപ്പൊ രണ്ട് സ്പീഡും എൻ്റെ കയ്യിലുണ്ട്. നോക്കൂ, V1 എന്ന് പറഞ്ഞാൽ എന്താ? ഇനീഷ്യൽ സ്പീഡ്. വാട്ട് ഈസ് ദാറ്റ്? യു. I എന്ന് എഴുതാം. V1 വെക്ടർ V1 വെക്ടർ ഫോമിൽ എഴുതണം. വെക്ടർ ഫോമിൽ എഴുതി. ഇനി V2 എത്രയാണ്? V2 എന്ന് പറയുന്നത് ഇതാണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ്. ഇതിന്റെ ഒപ്പം ഒരു J എഴുതിയാൽ മതി. J വാട്ട് ഈസ് ദാറ്റ്? റൂട്ട് യു സ്ക്വയർ മൈനസ് 2GL. വാട്ട്സ് ദ ഡയറക്ഷൻ? J. ഇപ്പൊ ഇത് വെക്ടറായി. ഇത് രണ്ടും എന്താ? ഇത് സ്പീഡാണ് കേട്ടോ. ദിസ് ഈസ് സ്പീഡ്, അതിന്റെ ഒപ്പം ഡയറക്ഷൻ കൊടുക്കുമ്പോൾ വെലോസിറ്റി ആയി. ദിസ് ഓൾസോ ഈ സ്പീഡ്, അതിന്റെ ഒപ്പം ഡയറക്ഷൻ കൊടുക്കുമ്പോൾ വെലോസിറ്റി ആയി. ഇനി എന്താ വേണ്ടത്? ചേഞ്ച് ഇൻ വെലോസിറ്റി കണ്ടുപിടിക്കൂ. ഡെൽറ്റ വി കണ്ടുപിടിക്കൂ. ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ എന്താ? ഫൈനൽ മൈനസ് ഇനീഷ്യൽ. V2 മൈനസ് V1. അതെങ്ങനെ കണ്ടുപിടിക്കാം? V2 എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് യു സ്ക്വയർ മൈനസ് 2GL J minus ui. This is the change in velocity. Here is the change in velocity. I got change in velocity. ഇനി എന്താ എന്നോട് പറഞ്ഞേ? ചേഞ്ച് ഇൻ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ. ഇതൊരു വെക്ടർ അല്ലേ? ആലോചിച്ച് നോക്കി. ഡെൽറ്റ വി എന്ന് പറയുന്ന ഒരു വെക്ടറാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളോട് ഇങ്ങനെ ഒരു വെക്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. 3i + 4j എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ട്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും നിങ്ങൾ? റൂട്ട് 3² + 4² ആണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയും. അതുപോലെ തന്നെ ഇവിടെയും ചെയ്യുക. ഓക്കെ, ശരിയല്ലേ? ആലോചിച്ച് നോക്കൂ. ഇതതിന്റെ സ്പീഡ് പാർട്ട്, ഇതും സ്പീഡ്. അതിനെ സ്ക്വയർ ചെയ്ത് സ്ക്വയർ റൂട്ട് ആഡ് ചെയ്ത് സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. സോ വാട്ട് വി ഹാവ് ടു ഫൈൻഡ് ഈസ്, ലുക്ക്, ഡെൽറ്റ വിയുടെ മാഗ്നിറ്റ്യൂഡ്. വാട്ട് ഈസ് ദാറ്റ്? അണ്ടർ റൂട്ട് സ്ക്വയർ ചെയ്യുക രണ്ട് ടേമിനെ. ഐ ഉള്ള ടേമിനെ സ്ക്വയർ ചെയ്യുമ്പോൾ യു സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതിനെ സ്ക്വയർ ചെയ്തു. ഇനി ഇതിനെ സ്ക്വയർ ചെയ്യണം. അപ്പൊ സ്ക്വയർ റൂട്ട് പോകും. ശരിയല്ലേ? പ്ലസ് യു സ്ക്വയർ മൈനസ് 2GL. ഇനി 2 കോമൺ എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു അണ്ടർ റൂട്ട് 2 കോമൺ എടുത്തു യു സ്ക്വയർ മൈനസ് GL. ശരിയല്ലേ? ദാറ്റ് ഈസ് വാട്ട്. ദിസ് ഈസ് ദ ചേഞ്ച് ഇൻ മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി. ചേഞ്ച് ഇൻ മാഗ്നിറ്റ്യൂഡ് അല്ല കേട്ടോ,
മാഗ്നിറ്റ്യൂഡ് ആരുടെ ചേഞ്ച് ഇൻ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ്. അപ്പം ഇനീഷ്യൽ സ്പീഡിനെ വെലോസിറ്റി ആക്കുക, ഫൈനൽ സ്പീഡിനെ വെലോസിറ്റി ആക്കുക, ചേഞ്ച് എടുക്കുക v2 മൈനസ് v1. അപ്പം നിങ്ങൾക്ക് ചേഞ്ച് ഇൻ വെലോസിറ്റി കിട്ടി, ചേഞ്ച് ഇൻ വെലോസിറ്റി. പിന്നെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുക. നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ, ആരുടെ ചേഞ്ച് ഇൻ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ. അപ്പൊ ചേഞ്ച് ഇൻ വെലോസിറ്റി ആദ്യമേ കണ്ടുപിടിക്കുക, പിന്നെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക. ഇങ്ങനെ ആൻസർ ഉണ്ടോ എന്ന് നോക്കാം. ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ, മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? ഈസ് ദർ സച്ച് ആൻസർ ഹിയർ? ഹിയർ ഇറ്റ് ഈസ്. നോക്കിയേ, ഡി ആൻ ആൻസർ. മനസ്സിലാവാത്തവർ ഒന്നുകൂടെ നോക്കൂ. ലുക്ക് അറ്റ് ഇറ്റ് വെരി കെയർഫുള്ളി. മനസ്സിലാകാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓരോ സ്റ്റെപ്പ് ഒന്നുകൂടെ നോക്കൂ. ഏതെങ്കിലും സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഐ ക്യാൻ എക്സ്പ്ലെയിൻ. ദിസ് ഈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ദിസ് പാർട്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അതിൽ നിന്ന് സ്പീഡ് കണ്ടുപിടിച്ചു, ഫൈനൽ സ്പീഡ് കണ്ടുപിടിച്ചു. അപ്പൊ ഇനീഷ്യൽ സ്പീഡിന്റെ ഒപ്പം ഡയറക്ഷൻ കൊടുത്തു, ഇനീഷ്യൽ വെലോസിറ്റി ആയി. ഫൈനൽ സ്പീഡിന്റെ ഒപ്പം ഡയറക്ഷൻ കൊടുത്തു, ഫൈനൽ വെലോസിറ്റി ആയി. പിന്നെ ചേഞ്ച് എടുത്തു, ഫൈനൽ മൈനസ് ഇനീഷ്യൽ. പിന്നെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുത്തു. അത്രേ ഉള്ളൂ സംഭവം. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് പറയൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോകാം. ലുക്ക്, വാട്ട് ഈസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഇതൊരു സിമ്പിൾ തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ മനസ്സിലാക്കാനുണ്ട്. നോക്കാം നമുക്ക്. എ സിമ്പിൾ പെൻഡുലം ഈസ് ഓസിലേറ്റിംഗ് വിത്തൗട്ട് ഡാമ്പിംഗ്, ഓസിലേറ്റിംഗ് ഫോർ എവർ വിത്തൗട്ട് ഡാമ്പിംഗ്, വിത്തൗട്ട് ലൂസിംഗ് ദ എനർജി. ഓക്കെ, വെൻ ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ബോബ് ഈസ് ലെസ് ദാൻ മാക്സിമം എന്ന് പറഞ്ഞാൽ മാക്സിമം ഇവിടെയായിരുന്നു അതെന്ന് വിചാരിക്കുക. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ബോബ് ഈസ് ലെസ് ദാൻ മാക്സിമം എന്ന് പറഞ്ഞാൽ സംവെയർ ഹിയർ. ഓക്കെ, ഇറ്റ്സ് ആക്സലറേഷൻ എ ഈസ് കറക്റ്റ്ലി ഷോൺ ബൈ. ഇതിന്റെ ആക്സലേഷൻ എങ്ങോട്ടായിരിക്കും? ഇതിന് ടാൻജൻഷ്യൽ ആക്സലേഷൻ ആയിരിക്കും ഉണ്ടാവുക, റേഡിയൽ ആക്സലേഷൻ ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ രണ്ടും ഉണ്ടാകുമോ എന്നറിയണമെങ്കിൽ ഫോഴ്സ് നോക്കണം. ഇത് പറയുന്നത് ഇതിന് റേഡിയൽ മാത്രമേ ഉള്ളെന്ന്, ടാൻജൻഷ്യൽ ഇല്ലാന്ന്. ഇത് പറയുന്നത് ഇതിന് ടാൻജൻഷ്യൽ മാത്രമേ ഉള്ളൂ, റേഡിയൽ ഇല്ലാന്ന്. ഇത് പറയുന്നത് ഇതിന് വെർട്ടിക്കൽ ആക്സലറേഷൻ ആണെന്ന്. ഇത് പറയുന്നത് ഇതിന്റെ ആക്സലറേഷൻ ഈ ഡയറക്ഷനിലാണ്. നോക്കാം നമുക്ക്. ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് നോക്കാം, അപ്പൊ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കൂ. ഐ എം ഗോയിങ് ടു റൈറ്റ് the forces acting on the bob are, one is mg. Mg is acting. Okay, mg is of course acting. Another force acting is tension. No other force. വേറെ ഒരു ഫോഴ്സും ഇല്ല. ഇല്ലാത്ത ഫോഴ്സ് എഴുതി വെച്ചാൽ ആൻസർ തെറ്റും. എങ്ങനെയാ ഫോഴ്സ് ഏതൊക്കെയാണെന്ന് അറിയുക? നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആദ്യമേ ആലോചിക്കുക. നോൺ കോണ്ടാക്ട് ഫോഴ്സ് mg is നോൺ കോണ്ടാക്ട് ഫോഴ്സ്. പിന്നെ കോണ്ടാക്ട് ഫോഴ്സ് ആലോചിക്കുക. ടെൻഷൻ സ്ട്രിങ്ങുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്, അതുകൊണ്ട് കോണ്ടാക്ട് ഫോഴ്സ്. വേറെ ഫോഴ്സ് ഒന്നുമില്ല. കോണ്ടാക്ട്, നോൺ കോണ്ടാക്ട്. കോണ്ടാക്ട് ഏതാന്ന് നോക്കുക, നോൺ കോണ്ടാക്ട് ഏതാന്ന് നോക്കുക. ഇല്ലാത്ത ഫോഴ്സ് എഴുതി വെക്കരുത്. ഓക്കെ, ഇനി നോക്കിയേ, ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ എം ജിനെ ഞാൻ റീസോൾവ് ചെയ്യുക. ഐ ആം ഗോയിങ് ടു റീസോൾവ് എം ജി. എം ജിയുടെ ഒരു കമ്പോണന്റ് ഇത്, ഒരു കമ്പോണന്റ് ഇത്. ശരിയല്ലേ? ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ, ലുക്ക് അറ്റ് ചിൽഡ്രൻ, ഈ വെർട്ടിക്കലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിൾ തീറ്റയാണെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടോ? ഇല്ല. ദെർഫോർ എം ജിനെ ഞാൻ റീസോൾവ് ചെയ്തു. ഇത് എം ജി സൈൻ തീറ്റ, ഇത് എം ജി വാട്ട് കോസ് തീറ്റ, ആൻഡ് ദിസ് ഇസ് ടെൻഷൻ. അപ്പൊ നോക്കൂ, ഈ എം ജിനെ നിങ്ങൾ വിട്ടോ, കാരണം എം ജിനെ നമ്മൾ റീസോൾവ് ചെയ്ത് കഴിഞ്ഞു. എം ജി ഇസ് ഔട്ട് ഓഫ് അവർ മൈൻഡ് നൗ. അപ്പൊ ഇതിന് ഇറ്റ് ഈസ് ഡൂയിങ് സർക്കുലർ മോഷൻ. അതുകൊണ്ട് ഇതിനൊരു എന്തുണ്ടായിരിക്കണം? ഒരു റേഡിയൽ ആക്സലേഷൻ ഉണ്ടായിരിക്കണം, സെന്റിമീറ്റർ ആക്സലേഷൻ ഉണ്ടായിരിക്കണം. ഒരു ടാൻജൻഷ്യൽ ഫോഴ്സും ഉണ്ട്. അപ്പൊ ഇതിന് ടാൻജൻഷ്യൽ ആക്സലേഷൻ ഉണ്ടായിരിക്കണം. അപ്പൊ ഇതിന് രണ്ട് ആക്സലേഷൻ ഉണ്ട്. ഏതൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഇവിടെ കാണിക്കാം. ഹിയർ ഐ ആം ഗോയിങ് ടു ഷോ യു. ലുക്ക്, വാട്ട് ആർ ദ ഫോഴ്സസ്, വാട്ട് ആർ ദ ആക്സലറേഷൻ. വൺ ഈസ് ദിസ്. വാട്ട് ഈസ് ദ അറ്റ് സെന്റിമീറ്റർ ആക്സലേഷൻ. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ടാൻജൻഷ്യൽ ആക്സലറേഷൻ. ഇപ്പൊ നെറ്റ് ആക്സലറേഷൻ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും കുട്ടികളെ നെറ്റ് ആക്സലറേഷൻ. ഈ രണ്ട് ആക്സലറേഷനൂടെ ആഡ് ചെയ്യുക. ലുക്ക്, ഇത് ഏതൊക്കെ ആക്സലറേഷൻ ആണെന്ന് മനസ്സിലായോ? ഇത് ടാൻജൻഷ്യൽ, ഇത് സെൻട്രിപിറ്റൽ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്ന ഈ ആക്സലറേഷൻ ആയിരിക്കും അതിന്റെ നെറ്റ് ആക്സലറേഷൻ. അല്ലെങ്കിൽ നെറ്റ് ഫോഴ്സ് ഓൺ ദ ബോബീസ് ഇൻ ദിസ് ഡയറക്ഷൻ. ദിസ് ഈസ് ദ ആക്സലറേഷൻ. അപ്പൊ ഈ ഡയറക്ഷനിലായിരിക്കും ആക്സലറേഷൻ. ഇത് എല്ലാവർക്കും മനസ്സിലായോ? കൃത്യമായിട്ട് മനസ്സിലാക്കൂ.
എങ്ങനെയാണ് ഞാൻ ആക്സിലറേഷൻ ഡയറക്ഷൻ കണ്ടുപിടിച്ചതെന്ന്? ഇത് ബേസിക്കലി ഒരു നോൺ യൂണിഫോം സർക്കുലർ മോഷൻ ആയിരിക്കും. നോൺ യൂണിഫോം സർക്കുലർ മോഷൻ ടാൻജൻഷ്യലും ഉണ്ട്, റേഡിയലും ഉണ്ട്. അപ്പൊ നെറ്റ് ആക്സിലറേഷൻ അതിന്റെ രണ്ടിന്റെയും കൂടെ റിസൾട്ടന്റ് ആയിരിക്കും. അത് മനസ്സിലാക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ആൻസർ പറയാൻ പറ്റും. അപ്പോൾ വാട്ട് ഈസ് യുവർ ആൻസർ? ഇതാണോ? റേഡിയൽ മാത്രമേ ഉള്ളോ? ടാൻജൻഷ്യൽ മാത്രമേ ഉള്ളോ? ഡൗൺവേർഡ് മാത്രമാണോ? സി, ദിസ് ഈസ് ദ ആൻസർ. സി ഈസ് ദ ആൻസർ. സി ഈസ് ദ റൈറ്റ് ആൻസർ. തിയറി നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ടോ കുട്ടികളെ? ഞാൻ പറയുന്നതിന്റെ കട്ടി കൂടി പോകുന്നുണ്ടോ? നിങ്ങൾക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണ്? ക്ലിയർ ആണെന്ന് പറയൂ. ഞാൻ പറയുന്നതിന്റെ കണ്ടന്റ് അബ്സോർവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കുറച്ചുകൂടെ ലൈറ്റ് ആക്കി പറയണോ? ഫിസിക്സ് അങ്ങനെ ലൈറ്റ് ആക്കി പറയാൻ പറ്റില്ല, അതാണ് പ്രശ്നം. ഫിസിക്സ് പറയാനുള്ളത് പറഞ്ഞേ പറ്റൂ. അങ്ങനെ ലൈറ്റ് ആക്കി പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു സംഭവം അല്ല ഫിസിക്സ്. പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യൂ. Now, what happened? You are not chatting. ചാറ്റ് ചെയ്തേ. നിങ്ങളുടെ ചാറ്റ് ഞാൻ കാണുന്നില്ല കുറെ സമയമായിട്ട്. there is no chatting. ചാറ്റിംഗ് ഉണ്ടോ? ചാറ്റ് ഡിസ്കണക്റ്റഡ്. പ്ലീസ് വെയിറ്റ് while we try to connect you. Unable to connect you, please. Yeah, chat disconnect. I just connect you. Okay, chat disconnect ആയതാ. Probably you must have been chatting. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ലുക്ക്, ഇതൊന്ന് വായിച്ചു നോക്കി. ക്വസ്റ്റ്യൻ വലുതാണ്, കണ്ടു പേടിക്കണ്ട. ഫിസിക്സ് അതിന്റെ ഉള്ളിലെ ഫിസിക്സ് വളരെ ചെറുതായിരിക്കും. ക്വസ്റ്റ്യൻ വലുതാണെന്നേ ഉള്ളൂ. നോക്കൂ. A piece of wire is bent in the shape of a parabola. ആ പരാബോളയ്ക്ക് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. നോക്കി, y is equal to kx square. അപ്പൊ ഏത് തരം പരാബോളയാണെന്ന് നമുക്കറിയാം. ഓപ്പണിംഗ് ഇൻ പോസിറ്റീവ് y ഡയറക്ഷൻ, മുകളിലേക്ക് ഓപ്പൺ ചെയ്തിരിക്കുന്ന, സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ അതിന്റെ വെർട്ടെക്സ് സെന്ററിലായിട്ടുള്ള ഒരു പരാബോളയാണ്. വിത്ത് ബീഡ് ഓഫ് മാസ് എം ഓൺ ഇറ്റ്. ഓക്കെ, ഒരു ബീഡ് ഓഫ് മാസ് ഉണ്ട്. ഒരു ബീഡ് ഇങ്ങനെയുണ്ട്. The bead can slide on the wire without friction. എന്ന് പറഞ്ഞാൽ there is no friction here. Okay, ബീഡ് ഇപ്പോൾ ഉള്ളത് ദേ ഇവിടെയാണ്, അറ്റ് ലോവർ മോസ്റ്റ് പോയിന്റ്. കാരണം ഫ്രിക്ഷൻ ഇല്ലല്ലോ. ഇവിടെ ബീഡ് ഇട്ടാലും എന്ത് സംഭവിക്കും? തെന്നി താഴെ വരും, ഇവിടെ വന്ന് നിൽക്കും ലോവർ മോസ്റ്റ് പോയിന്റ്. It stays at the lower most point of parabola while the wire is at rest. വയർ റെസ്റ്റിലാണെങ്കിൽ it will be at lower most point. The wire is now accelerated parallel to x-axis വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ്. വയറിനെ ഞാൻ ഇങ്ങനെ ആക്സലേറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഈ ബീഡ് ഉണ്ടല്ലോ ഇങ്ങോട്ട് ക്ലൈം ചെയ്യും. ഓക്കെ, ക്ലൈം ചെയ്തൊരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഇവിടെ വന്ന് നിൽക്കും. അതേ സാധനം ഞാൻ ഇങ്ങോട്ടാണ് ആക്സലേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ആക്സലേറ്റ് ചെയ്യുന്നത് ഇങ്ങോട്ടാണെങ്കിൽ ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ സൂഡോ ഫോഴ്സ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആൻഡ് ഇറ്റ് വിൽ ക്ലൈം സംവെയർ ഹിയർ. ഓക്കെ, ആക്സലേഷന്റെ ഓപ്പോസിറ്റ് അത് ക്ലൈം ചെയ്യും. ദ ഡിസ്റ്റൻസ് ഓഫ് ദ ന്യൂ ഇക്വിലിബ്രിയം പൊസിഷൻ ഓഫ് ദ ബീഡ്. ഓക്കെ, while the bead can stay at rest with respect to the wire from x-axis is. എന്താ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്? The distance of new equilibrium position of the bead. സപ്പോസ് ഇങ്ങോട്ട് നമ്മൾ ആക്സലേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ആക്സലേഷൻ ഈ ഡയറക്ഷനിലാണെന്ന് വിചാരിക്കുക. ഓക്കെ, ആക്സലേഷൻ ഈ ഡയറക്ഷനിലാണെങ്കിൽ എന്ത് സംഭവിക്കും? ബീഡ് ദേ ഈ ലോവർ മോസ്റ്റ് പൊസിഷനിൽ നിന്ന് എന്ത് സംഭവിക്കും അറിയാം? ദേ ഇവിടെ ക്ലൈം ചെയ്ത് ഇങ്ങനെ ഇരിക്കും. ഇവിടെയാണെന്ന് വിചാരിക്കുക, ഇവിടെ വന്നിരുന്നു. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? ഇതിന്റെ ഡിസ്റ്റൻസ് അറിയണം. എവിടെ നിന്നുള്ള ഡിസ്റ്റൻസ്? നമുക്ക് y ആക്സിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സ് കോർഡിനേറ്റ് അറിയണമെന്ന് അർത്ഥം. ഇതതിന്റെ എക്സ് കോർഡിനേറ്റ് അല്ലേ കുട്ടികളെ? അതാണ് നമുക്ക് അറിയേണ്ടത്. y കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിനുള്ള ഡിസ്റ്റൻസ്. പക്ഷെ y കോർഡിനേറ്റ് നമ്മളോട് ചോദിച്ചിട്ടുള്ള എക്സ് കോർഡിനേറ്റാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കൂ, ഞാൻ ആ യെല്ലോ വെച്ച് പെയിന്റ് അടിച്ച ഭാഗം നിങ്ങൾ വായിച്ചു നോക്കൂ. ദ ഡിസ്റ്റൻസ് ഓഫ് ദ ന്യൂ ഇക്വിലിബ്രിയം പൊസിഷൻ ഓഫ് ദ ബീഡ്. ബീഡ് ഇവിടെയാണ്. ഡിസ്റ്റൻസ് ഫ്രം ദ ഡിസ്റ്റൻസ് ഓഫ് ദ ന്യൂ ഇക്വിലിബ്രിയം പൊസിഷൻ ഓഫ് ദ ബീഡ് വേർ ദ ബീഡ് ക്യാൻ സ്ലൈഡ് വിത്ത് റെസ്പെക്ട് ഫ്രം y ആക്സിസ്. നോക്കിയേ, ഫ്രം വെയർ? ഫ്രം y ആക്സിസ് ഈസ്.
നമുക്ക് ചെയ്യാം. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇത് പല കൺസെപ്റ്റ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ സ്യൂഡോ പോസിന്റെ കൺസെപ്റ്റിൽ ഇത് ചെയ്യാൻ പറ്റും. എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ ഈ പരാബോളയിൽ ഇരിക്കുന്ന ഒരാള് ഈ ബീഡ് റെസ്റ്റിലായിട്ട് കാണും ഇല്ലേ? സപ്പോസ് ദിസ് വയർ ഈസ് ആക്സിലറേറ്റിംഗ് ഇൻ ദിസ് ഡയറക്ഷൻ. Acceleration in this direction. So what will happen? Bead will climb to some position here. ഇവിടെ എത്തിയെന്ന് വിചാരിക്കുക and stay there. Stay there. Or bead is at rest with respect to this parabola. Or with respect to someone who is sitting on the parabola, bead is at rest. At rest. അപ്പം ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതാ? ഒന്ന് എം ജി ആക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് എന്താണ്? ഒന്ന് നോർമൽ റിയാക്ഷൻ. ഒന്ന് ഒരു പോസ് കൂടെ സ്യൂഡോ പോസ് എം എ ആക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ നോർമൽ റിയാക്ഷൻ ഏത് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ പരാബോളയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട്. ഈ പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോഴേ എന്ത് വേണം? നമുക്ക് ഒരു ടാൻജന്റ് വരച്ചാലേ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നതിന് മീനിങ് ഉള്ളൂ ഇല്ലേ? ശരിയല്ലേ? പെർപെൻഡിക്കുലർ ടു ദാറ്റ് പോയിന്റ് എന്ന് പറയുന്നതിന് let us draw a tangent. Tangent വരച്ചു. This is a tangent, children. Tangent at the point where the bead is sitting. അപ്പോൾ ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഞാൻ കാണിക്കുകയാണ്. See, what are the forces? One of the forces is normal reaction, perpendicular to the tangent. നോക്കൂ, normal reaction. Another force is mg, vertically down. Another force is ma, mass times acceleration. This is pseudo force, ma, pseudo force. Why do I introduce pseudo force? Because ഇയാൾ ഇരിക്കുന്നത് എന്ത് തരം ഫ്രെയിമിലാണ്? നോൺ ഇനീഷ്യൽ ഫ്രെയിമിലാണ്, എന്ന് പറഞ്ഞാൽ ആക്സലറേറ്റഡ് ഫ്രെയിമിലാണ് ഇദ്ദേഹം ഈ ബീഡ് റെസ്റ്റിലായിട്ട് കാണുന്നത്. അതുകൊണ്ട് സ്യൂഡോ ഫോഴ്സ് എന്താണേലും ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇനി ശ്രദ്ധിക്കൂ, ഞാൻ റിസോൾവ് ചെയ്യാൻ പോകുക. ആരെയാ റിസോൾവ് ചെയ്യുന്നതെന്നറിയാവോ? ലെറ്റ് മീ റീസോൾവ് നോർമൽ റിയാക്ഷൻ റിസോൾവ് ചെയ്യാം. എങ്ങനെയാ? വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ഇങ്ങനെ റിസോൾവ് ചെയ്യാൻ പോവാം. റീസോൾവ് ചെയ്യാൻ പോവുകയാണ്. ആരെ? നോർമൽ റിയാക്ഷനെ. ശ്രദ്ധിക്കൂ, എല്ലാവരും ശ്രദ്ധിക്കൂ. ഇത് നോർമൽ റിയാക്ഷൻ്റെ വെർട്ടിക്കൽ, ഇത് ഹൊറിസോണ്ടൽ കമ്പോണന്റ്. ഇനി നിങ്ങൾ നോക്കിയേ, നമുക്ക് റീസോൾവ് ചെയ്യുന്ന ഒരു ആംഗിൾ അറിയണ്ടേ? ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ശ്രദ്ധിക്കൂ, ഈ ടാൻജന്റ് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണെന്ന് വിചാരിക്കുക. തീറ്റയാണെങ്കിൽ ഈ ആംഗിളും തീറ്റയായിരിക്കും. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാലോ? വളരെ സിമ്പിളാണ്. രണ്ട് ലൈനുകൾ തമ്മിലുള്ള ആംഗിൾ തന്നെയാണ് അവയുടെ പെർപെൻഡിക്കുലർ തമ്മിലുള്ള ആംഗിളും. അപ്പൊ ഈ ലൈനിന്റെ പെർപെൻഡിക്കുലർ ആരാ? ഈ ലൈനിന്റെ പെർപെൻഡിക്കുലർ ആരാ? ഈ ടാൻജന്റിന്റെ പെർപെൻഡിക്കുലർ നോർമൽ റിയാക്ഷൻ. ശരിയല്ലേ? അപ്പൊ ഈ ആംഗിൾ തീറ്റ ആയിരിക്കും. ദിസ് ആംഗിൾ വിൽ ബി തീറ്റ. ഇത് n ആണെങ്കിൽ, നോർമൽ റിയാക്ഷൻ ആണെങ്കിൽ ഇത് n കോസ് തീറ്റയാണ്. ഇത് എത്രയാണ്? n സൈൻ തീറ്റയാണ്. ഇനിയും ദിസ് ഈസ് അറ്റ് റെസ്റ്റ്. ബീഡ് ഈസ് അറ്റ് റെസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു വാട്ട്? വിത്ത് റെസ്പെക്ട് ടു ദ വയർ. ബീഡ് ഈസ് അറ്റ് റെസ്റ്റ്. ബീഡ് എന്ന് പറഞ്ഞാൽ ആ മുത്ത്, മണി. ബീഡ് എന്ന് പറഞ്ഞാൽ മണിയാണ്, മാല കോർക്കുന്ന മണിയാണ് ബീഡ് എന്ന് പറയുന്നത്. ബീഡ് ഈസ് അറ്റ് റെസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു ദ പരാബോള ഓർ വയർ. അതുകൊണ്ട് എനിക്ക് ഫോഴ്സസ് ഇക്വേറ്റ് ചെയ്യാം. എന്തൊക്കെയാ? n സൈൻ തീറ്റനെ എം എ ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. ലെറ്റ് മീ റൈറ്റ്. n സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ma. ഫസ്റ്റ് വൺ ഈസ് ദിസ്. what is that? n sin theta. n sin theta. What is n sin theta? ma, where ma is pseudo force. Pseudo force ഇല്ലാണ്ട് ചെയ്യാൻ കേട്ടോ. എന്താ? ന്യൂട്ടൺ സെക്കൻഡ് ലോ അപ്ലൈ ചെയ്താൽ മതി. ഈ ഫോഴ്സ് ഇല്ല എങ്കിൽ, ഈ സ്യൂഡോ ഫോഴ്സ് എഗ്രി ചെയ്യുന്നില്ലെങ്കിൽ n sin തീറ്റ നെറ്റ് ഫോഴ്സ് ആവും. അതിനെ ma ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ സ്യൂഡോ ഫോഴ്സ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് n sin തീറ്റ ഈസ് ഈക്വൽ ടു ma. Then n cos theta. n cos theta is equal to what? mg. This is weight of the bead, mg. ഇനി ഒന്നിനെ ഒന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ tan theta is equal to what? a by g. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, tan theta for this function അല്ലെങ്കിൽ for this
പരാബോള. വാട്ട് ഈസ് ടാൻ തീറ്റ? വാട്ട് ഈസ് ടാൻ തീറ്റ? ടാൻ തീറ്റ എന്ന് പറയുന്നത് ടാൻജന്റിന്റെ സ്ലോപ്പ് അല്ലേ? അപ്പൊ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ dy/dx ആണ്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ടാൻ തീറ്റ ഈസ് നത്തിങ് ബട്ട് dy/dx. ദാറ്റ് ഈസ് ഈക്വൽ ടു a/g. ഇനി y എന്താണെന്ന് നമുക്കറിയാം. y ഈസ് ഈക്വൽ ടു k എന്തായിരുന്നു? kx². ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഈ പരാബോളയുടെ ഇക്വേഷൻ y ഈസ് ഈക്വൽ ടു kx² ആണ്. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എത്രയാ? 2kx. ദാറ്റ് ഈസ് a/g. നമുക്ക് x അല്ലേ വേണ്ടത്? നമുക്ക് വേണ്ടത് എന്താ? ഈ ബീഡ് എത്ര ദൂരത്തിലാണെന്ന് അറിയണം. y ആക്സിസിൽ നിന്ന് എത്ര ദൂരത്തിലാണെന്ന് അറിയണം. എന്ന് പറഞ്ഞാൽ x നമുക്കറിയണം. Therefore x is equal to a/2gk. a/2gk. That's all. അത്ര ഉള്ളു സംഭവം. മനസ്സിലായില്ല എങ്കിൽ ചോദിക്കുവാണെങ്കിൽ വീണ്ടും പറഞ്ഞു തരാം. ആദ്യമേ തന്നെ ഈ ടാൻ ഓഫ് ദിസ് തീറ്റ, ടാൻ തീറ്റ, ഈ തീറ്റയുടെ ടാൻ എന്ന് പറയുന്നത് ഈ ടാൻജന്റിന്റെ സ്ലോപ്പാണ്. ടാൻജന്റിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് ദാറ്റ് പോയിന്റ് ആണ്. മാത്സിൽ പഠിക്കുന്ന dy/dx. ദാറ്റ് ഈസ് വാട്ട് ടാൻ തീറ്റ ഈസ്. എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ, kx² ഡിഫറൻഷിയേറ്റ് ചെയ്ത് എത്ര കിട്ടി? 2kx എന്ന് കിട്ടി. x ആണ് നമുക്ക് വേണ്ടത്. ദിസ് ഡിസ്റ്റൻസ് ഈസ് വാട്ട് വി വാണ്ട്. ഇപ്പൊ ക്ലിയർ ആയി കാണും. ഓക്കെ. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. ഞാൻ നിങ്ങളോട് പറഞ്ഞു അവസാനം വരെ ലൈവിൽ തുടരണം. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ലൈവാണ്. ഓക്കെ, ഇത് പബ്ലിക്കായിട്ട് നിങ്ങൾക്ക് വേണ്ടി തന്നെ തരുന്ന ലൈവാണ്. അപ്പോൾ നിങ്ങൾ അവസാനം വരെ ലൈവിൽ തുടരുകയും മാക്സിമം നിങ്ങൾ ഇത് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുക. ഈ പ്രോബ്ലം കുറച്ച് ടഫ് ആകുമ്പോൾ ഇട്ടിട്ട് പോകരുത്. കാരണം ഈ ടൈപ്പ് പ്രോബ്ലമാണ് നിങ്ങൾ JEEക്ക് ഫേസ് ചെയ്യാൻ പോകുന്നത്. പ്രോബ്ലം ടഫാണെന്ന് വിചാരിച്ച് ഇട്ടിട്ട് പോയിട്ട് കാര്യമില്ല. അത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യുക. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ഇവിടെ ആൻസർ നോക്കാം നമുക്ക്. അങ്ങനെ ഒരു ആൻസർ ഉണ്ടോന്ന്. a/2gk. ഹിയർ ഇറ്റ് ഈസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. കണ്ട വലിയ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചെറുതാണെന്ന് മനസ്സിലാവും. കൺസിഡർ ആൻ എക്സ്പാൻഡിങ് സ്പിയർ ഓഫ് ഇൻസ്റ്റന്റേനിയസ് റേഡിയസ് r. ഇവിടെ ഒരു സ്പിയറിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് എക്സ്പാൻഡ് ചെയ്യുന്നു. അതിന് ഇപ്പോഴുള്ള ഇൻസ്റ്റന്റേനിയസ് റേഡിയസ് r ആണ്. r. ഇനി എന്താ വേണ്ടത്? ഓക്കെ, ഇൻസ്റ്റന്റേനിയസ് റേഡിയസ് ഹൂസ് ടോട്ടൽ മാസ് റീമെയിൻസ് കോൺസ്റ്റന്റ്. മാസ് കോൺസ്റ്റന്റ് ആണ്. ഇതിന്റെ വോളിയം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ മാസ് കോൺസ്റ്റന്റ് ആണ്. ദ എക്സ്പാൻഷൻ ഈസ് സച്ച് ദാറ്റ് ദ ഇൻസ്റ്റന്റേനിയസ് ഡെൻസിറ്റി റോ റീമെയിൻസ് യൂണിഫോം ത്രൂ ഔട്ട് ദ വോളിയം. ഇവിടെ എല്ലായിടത്തും ഒരേ ഡെൻസിറ്റി ആണെന്ന്. ഇൻസ്റ്റന്റേനിയസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ക്യാൻ ചേഞ്ച് വിത്ത് ടൈം, പക്ഷെ അറ്റ് എ ഗിവൺ ടൈം ഡെൻസിറ്റി അറ്റ് എവരി പോയിന്റ് ഈസ് സെയിം എന്ന് പറയുന്നുണ്ട്. ഡെൻസിറ്റി അറ്റ് എവരി പോയിന്റ് ഈസ് സെയിം അറ്റ് എ ഗിവൺ ടൈം. പക്ഷേ ഡെൻസിറ്റി ഈസ് ചേഞ്ചിങ് വിത്ത് ടൈം. കാരണം ഇറ്റ് ഈസ് ഇതിന്റെ വോളിയം കൂടുകയാണ് ഇല്ലേ. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഡിവൈഡ് ബൈ വോളിയം ആണ്. മാസ് കോൺസ്റ്റന്റ് ആണെന്ന് ഓൾറെഡി പറയുന്നുണ്ട്. വോളിയം കൂടുന്നു, അപ്പൊ ഡെൻസിറ്റി കുറയുന്നുണ്ടാവും. പക്ഷേ ഇവിടെ പറയുന്നത് എന്താ? ഇൻസ്റ്റന്റേനിയസ് ഡെൻസിറ്റി റീമെയിൻ യൂണിഫോം ത്രൂ ഔട്ട് ദ വോളിയം. അറ്റ് എ ഗിവൺ ടൈം അറ്റ് എനി പോയിന്റ് ദ ഡെൻസിറ്റി ഈസ് സെയിം എന്നാ പറഞ്ഞിട്ടുള്ളത്. ബട്ട് ഡെൻസിറ്റി ഈസ് ചേഞ്ചിങ് വിത്ത് ടൈം. ദ റേറ്റ് ഓഫ് ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഡെൻസിറ്റി നോക്കിയേ. റേറ്റ് ഓഫ് ചേഞ്ച്, ഫ്രാക്ഷണൽ ചേഞ്ച് ഡി റോ ബൈ റോ. ഫ്രാക്ഷണൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഡി റോ ബൈ റോ. റേറ്റ് എന്ന് പറഞ്ഞാൽ ബൈ dt. ദിസ് ഈസ് ദ റേറ്റ് ഓഫ് ഫ്രാക്ഷണൽ ചേഞ്ച് ഈസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നുണ്ട്. ഇതൊരു അഡീഷണൽ ഇൻഫർമേഷൻ ആണ്. എന്തിന്റെ ഇൻഫർമേഷൻ ആണ്? 1 by rho d rho by dt is a constant. Velocity v of any point on the surface of the expanding sphere is. ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക, ആ പോയിന്റിന്റെ വെലോസിറ്റി എത്ര എന്നാ ചോദ്യം. ഈ പോയിന്റ് ആണെന്ന് വിചാരിക്കുക. അത് ഔട്ട്വേർഡ് എന്താ എക്സ്പാൻഡ് ചെയ്യുക. അതിന്റെ വെലോസിറ്റി എത്രയാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് dr/dt അല്ലേ. dr/dt എന്ന് പറഞ്ഞാൽ dr/dt കണ്ടുപിടിച്ചാൽ മതി. എനി പോയിന്റ്, ഏതെങ്കിലും ഒരു പോയിന്റ് വെലോസിറ്റി എന്ന് പറയുന്നത് ആറിൽ വരുന്ന ടൈം റേറ്റ് ആണ്, dr/dt ആണ്. അപ്പൊ ഈ പ്രോബ്ലത്തിൽ dr/dt കണ്ടുപിടിക്കണം അല്ലേ. അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. നോക്കാം. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു സ്പിയറിനെ കുറിച്ചാണ്. സ്പിയറിന്റെ മാസ് കോൺസ്റ്റന്റ് ആണ്.
ഇൻസ്റ്റന്റേനിയസ് റേഡിയസ് r ആണ്. നമുക്ക് വേണ്ടത് വെലോസിറ്റി അറ്റ് എനി പോയിന്റ് ആണ്, അത് dr/dt ആണ്. അത് ഓൾറെഡി ഞാൻ പറഞ്ഞു. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, മാസിനെ വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന് വിളിക്കാം അല്ലേ. മാസ് ഈസ് ഈക്വൽ ടു വോളിയം. വോളിയം എത്രയാ? 4/3 പൈ r³ ഡെൻസിറ്റി റോ. ഇനി ഞാൻ ഇതിനെ dr/dt അല്ലേ എനിക്ക് വേണ്ടത്. ആലോചിച്ച് നോക്കൂ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് നോക്കൂ. dr/dt എനിക്ക് വേണം. അപ്പോൾ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ടൈം ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവുകയാണ് ഇല്ലേ. dm/dt രണ്ട് സൈഡിനെയും dm/dt ഈസ് ഈക്വൽ ടു 4/3 പൈ അതുപോലെ എഴുതി. പിന്നെ ആറും റോയും ടൈം വേരിയൻ്റ് ആണ്. ചെയിൻ റൂൾ അപ്ലൈ ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. r³ റോ. അപ്പോൾ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ വാട്ട് യു വിൽ ഗെറ്റ് r³ അതുപോലെ എഴുതി. വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ d/dt വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്തത്. ഇനി റോ അതുപോലെ എഴുതുക. ആദ്യത്തെ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. 3r² dr/dt. ഇനി ആലോചിച്ച് നോക്കിയേ, വാട്ട് ഈസ് dm/dt? m ഈസ് എ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞില്ലേ. അപ്പം dm/dt ഈസ് 0. ദിസ് ഈസ് 0 യു നോ. dm/dt ഈസ് 0 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 0 ആണ്, റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആയിരിക്കണം. ദിസ് ഈസ് നെവർ 0. ഒരാറ് സ്ക്വയർ നമുക്ക് വെട്ടിക്കളയാം. കണ്ടോ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് വെട്ടിക്കളയാം. എന്നിട്ട് നമുക്ക് എന്താ dr/dt ഉള്ള ടേം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വെക്കാം. നോക്കൂ, റോ 3 റോ ഐ ക്യാൻ റൈറ്റ് 3 റോ dr/dt ഈസ് ഈക്വൽ ടു മൈനസ് r d/dt. നോക്കൂ, ഞാൻ ജസ്റ്റ് റീഅറേഞ്ച് ചെയ്തേ ഉള്ളൂ. ഞാൻ ചെയ്ത സ്റ്റെപ്പ് ഒന്ന് മനസ്സിലാക്കൂ. സ്റ്റെപ്പ് മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കൂ. ഐ ജസ്റ്റ് റീഅറേഞ്ച്ഡ് ഇറ്റ്. മനസ്സിലാവുന്നില്ലേ? സ്റ്റക്കാലോടാ. ഇവിടെ ഇനി എന്താ ചെയ്യുന്നത് അറിയാം. നമുക്ക് വേണ്ട dr/dt ആണ്. അത് മാത്രം അവിടെ വെക്കുക. dr/dt ഈസ് ഈക്വൽ ടു മൈനസ് r/3 1/ρ d/dt. ഇങ്ങനെ ഇത് സെപ്പറേറ്റ് എഴുതാൻ കാരണം ഈ സാധനം കോൺസ്റ്റന്റ് ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇറ്റ്സ് എ കോൺസ്റ്റന്റ് ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നേക്കുക. ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഫ്രാക്ഷണൽ റേറ്റ് ഓഫ് ഫ്രാക്ഷണൽ ചേഞ്ച്. ഇത് കണ്ടോ, ഇവിടെ നോക്കി, ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കി. ദ റേറ്റ് ഓഫ് ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഡെൻസിറ്റി ഈ സാധനം 1/ρ d/dt. ദ റേറ്റ് ഓഫ് ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഡെൻസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. ഇത് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ dr/dt which is velocity is directly proposed to r. വെലോസിറ്റി പോസിറ്റീവ് ആയിരിക്കുമോ നെഗറ്റീവ് ആയിരിക്കുമോ? വെലോസിറ്റി ഈസ് പോസിറ്റീവ്. ഈ നെഗറ്റീവ് കണ്ടിട്ട് ഈ ഫംഗ്ഷൻ നെഗറ്റീവ് ആണെന്ന് വിചാരിക്കരുത്. കാരണം d/dt എന്ത് വിൽ ബി നെഗറ്റീവ്, നോ ഡൗട്ട് അറ്റ് ഓൾ. കാരണം റോ ഈസ് എ ഡിക്രീസിങ് ഫംഗ്ഷൻ അല്ലേ. അതുകൊണ്ട് എന്ത് സംഭവിക്കും? d/dt നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ആ നെഗറ്റീവ് ഉള്ളത് കൊണ്ട് ഈ നെഗറ്റീവ് ക്യാൻസൽ ചെയ്യും. വെലോസിറ്റി പോസിറ്റീവ് ആയിരിക്കും കേട്ടോ. എന്ന് പറഞ്ഞാൽ the velocity of the particle will be outward in the increasing direction of r. Particle on the surface will be moving in the increasing direction of r. Velocity will be positive. ഈ മൈനസ് കണ്ടിട്ട് നെഗറ്റീവ് ആണെന്ന് വിചാരിക്കരുത്. അപ്പോൾ വെലോസിറ്റി ഈസ് ഡയറക്ട്ലി പ്രപ്പോസ് ടു ആർ എന്നുള്ള റിലേഷൻ നോക്കൂ. വെലോസിറ്റി ഈസ് ഡയറക്ട്ലി പ്രപ്പോസ് ടു ആർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലെറ്റ് us see next question. Yes. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇതെന്താ പറയുന്നത് നോക്കിയേ. ഈ r² ഒക്കെ ഉള്ളത് ഇവിടെ 0 ആയതുകൊണ്ട് ഈ r² ഞാൻ വെട്ടിക്കളഞ്ഞു. ഇവിടെ r³ നിന്ന് ഒരു r കളഞ്ഞു, r² കളഞ്ഞു. ഇവിടെ 0 അല്ലേ. അപ്പം ഇങ്ങനെയല്ലേ വരിക. ആലോചിച്ച് നോക്കൂ. r² ഇവിടുന്ന് കളഞ്ഞു, ഇവിടുന്ന് ഒരു സ്ക്വയർ കളഞ്ഞു,
ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. എ പാർട്ടിക്കിൾ ഓഫ് മാസ് m ഈസ് ഇനീഷ്യലി അറ്റ് റെസ്റ്റ് അറ്റ് ദ ഒറിജിൻ. പാർട്ടിക്കിൾ ഇനീഷ്യലി റെസ്റ്റിലാണ്. എവിടെയാണ്? ഒറിജിനിൽ. ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു എ ഫോഴ്സ് ആൻഡ് സ്റ്റാർട്ട്സ് മൂവിംഗ് എലോങ് എക്സ് ആക്സിസ്. ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, സ്റ്റാർട്ടഡ് മൂവിംഗ്. കൈനറ്റിക് എനർജി K ചേഞ്ചസ് വിത്ത് ടൈം ലൈക്ക് ദിസ്. നോക്കിയേ, കൈനറ്റിക് എനർജിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഇവിടെ തന്നിട്ടുണ്ട്. വെയർ ഗാമ ഈസ് എ പോസിറ്റീവ് അപ്രോപ്രിയേറ്റ് ഡയമെൻഷൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ? നോക്കൂ, ഇവിടെ കുറെ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് കറക്റ്റ് എന്ന് കണ്ടുപിടിക്കാം. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ കറക്റ്റ് ആവാം. കാരണം ഇത് JEE അഡ്വാൻസിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് മോർ ദാൻ വൺ ഓപ്ഷൻ കറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും ഉണ്ട്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇതിൽ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻ കറക്റ്റ് ആണ്. ഏതൊക്കെയാണ് നമുക്ക് ചെക്ക് ചെയ്യാം. ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദ പാർട്ടിക്കിൾ ഈസ് കോൺസ്റ്റന്റ്. ഫോഴ്സ് കോൺസ്റ്റന്റ് ആണോ എന്ന് അറിയണം. സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് പ്രപ്പോസ് ടു ടൈം. സ്പീഡ് ടൈമിന് പ്രപ്പോസ് ആണോ എന്ന് അറിയണം. ഡിസ്റ്റൻസ് ഓഫ് ദ പാർട്ടിക്കിൾ ഫ്രം ദ ഒറിജിൻ ഇൻ ഡിക്രീസസ് ലീനിയർലി. അതറിയണം. ഫോഴ്സ് കൺസർവേറ്റീവ് ആണോ എന്ന് അറിയണം. ആദ്യമേ തന്നെ ഈ ഫംഗ്ഷൻ ഞാനിങ്ങ് എടുക്കുകയാണ്. dk/dt ഈസ് ഗാമ ടി. നമുക്ക് തന്നിട്ടുള്ള എന്താ? dk. k എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജിയാണ് കേട്ടോ. ബൈ dt. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഗാമ ടി. വേർ k ഈസ് വാട്ട്? k ഈസ് ഹാഫ് mv². ഹാഫ് mv². എന്ന് പറഞ്ഞാൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഗാമ ടിയുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് കിട്ടും കുട്ടികളെ? ആലോചിച്ച് നോക്കി. ഹാഫ് എം അതുപോലെ എഴുതി. എം v² ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2v dv dt. വിത്ത് റെസ്പെക്ട് ടു ടൈം ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്ത 2v dv dt ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? ഗാമ ടി. ഇതിൽ നിന്ന് നമുക്ക് 2 വെട്ടിക്കളയാം. ദിസ് 2 ക്യാൻ ബി ക്യാൻസൽ. എം അങ്ങോട്ട് എടുക്കാം. വേരിയബിൾ സെപ്പറബിൾ ഫോമിൽ എഴുതുക. 2 വെട്ടിക്കളഞ്ഞാണല്ലോ. അപ്പൊ v dv ഈസ് ഈക്വൽ ടു ഗാമ ബൈ എം ഇൻറ്റു ടി എന്ന് കിട്ടി. ഗാമ ബൈ എം ഇൻറ്റു ടി. ഇനി ഇതിനെ എന്താ ചെയ്യുക? ഇതിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 0യിൽ വെലോസിറ്റി 0 ആണ്. അറ്റ് ടൈം t വെലോസിറ്റി v ആണ്. അപ്പൊ ഇവിടെ എന്ത് കിട്ടി നമുക്ക്? ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ v²/2 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഗാമ ബൈ എം t²/2 എന്ന് വന്നു. രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്ത. ഇനി v എന്താണപ്പോ? v ഈസ് ഈക്വൽ ടു റൂട്ട് ഗാമ ബൈ എം ഇൻറ്റു ടി എന്ന് വന്നു. എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഈസ് ഡയറക്ട്ലി പ്രപ്പോസ് ടു ടൈം. അപ്പോൾ ഓരോ ഓപ്ഷന്റെ ആൻസർ ആയി നമുക്ക്. നോക്കി, ഇവിടെ നോക്കൂ നിങ്ങൾ. വെലോസിറ്റി ഈസ് ഡയറക്ട്ലി പ്രപ്പോസ് ടു ടൈം. ഓരോ ഓപ്ഷൻ കിട്ടി നമുക്ക്. വെലോസിറ്റി ഈസ് ഡയറക്ട്ലി പ്രപ്പോസ് ടു ടൈം. അപ്പം നോക്കിയേ, ഈ ഓപ്ഷൻ കറക്റ്റ് അല്ലേ? നോക്കിയേ, ദ സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് പ്രപ്പോസ് ടു ടൈം എന്ന് പറഞ്ഞ സെക്കൻഡ് ഓപ്ഷൻ കറക്റ്റാ. ഇനി ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. എന്താ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ? ഫോഴ്സ് എങ്ങനെയാണ്? ഫോഴ്സ് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ആക്സലറേഷൻ എങ്ങനെയാണെന്ന് ആദ്യമേ അറിയണം. ഓക്കെ, ആക്സലറേഷൻ എങ്ങനെയാണെന്ന് അറിയാണ്ട് ഫോഴ്സ് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ശരിയല്ലേ? ആക്സലറേഷൻ അറിയണമെങ്കിൽ വെലോസിറ്റിയെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു dv dt. ഹൗ മച്ച് ഈസ് ദാറ്റ്? That is equal to gamma by m, which is a constant. Constant അല്ലേ കിട്ടിയത് എന്ന് പറഞ്ഞാൽ ഈ സാധനത്തിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ആക്സലേഷൻ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് f ഈസ് ഈക്വൽ ടു ma, വിച്ച് ഈസ് ഈക്വൽ ടു m കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റൂട്ട് m ഗാമ എന്ന് വന്നു. m ഗാമ അതും കോൺസ്റ്റന്റ് അല്ലേ? നോക്കിയേ, അതും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഈ ഓപ്ഷൻ നോക്കൂ. ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദ പാർട്ടിക്കിൾ ഈസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞത് കറക്റ്റ് ആണ്. ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദ പാർട്ടിക്കിൾ ഈസ് കോൺസ്റ്റന്റ് കറക്റ്റ് ആണ്. ഇനി അടുത്തതുകൂടെ നോക്കാം നിങ്ങൾക്ക്. അപ്പോൾ ഒരു ഓപ്ഷനൂടെ നമ്മൾ കണ്ടുപിടിച്ചു. ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദ പാർട്ടിക്കിൾ ഈസ് കോൺസ്റ്റന്റ്. ഇനി ഒരു ഓപ്ഷൻ പറയുന്നത് എന്താന്ന് നോക്കിയേ. ഒരു ഓപ്ഷനൂടെ നമുക്ക് ഇമ്മീഡിയറ്റ്ലി പറയാൻ പറ്റും ദ ഫോഴ്സ് ഈസ് കൺസർവേറ്റീവ്. അതും കറക്റ്റാണ്. കാരണം ഓൾ കോൺസ്റ്റന്റ് ഫോഴ്സ് ആർ കൺസർവേറ്റീവ്. കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഫോഴ്സസ് എല്ലാം കൺസർവേറ്റീവ് ആയിരിക്കും കുട്ടികളെ. ഫ്രിക്ഷണൽ ഫോഴ്സ് കോൺസ്റ്റന്റ് ഫോഴ്സ് ആണെന്ന് വിചാരിക്കരുത്. കാരണം ഫ്രിക്ഷണൽ ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ പാത്ത്. അത് കൺസർവേറ്റീവ് അല്ല. ഫ്രിക്ഷൻ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഫ്രിക്ഷൻ ഫോഴ്സ് പുറകോട്ട് വരുമ്പോൾ ഫ്രിക്ഷൻ ഫോഴ്സ് മുന്നോട്ടുമാണ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് എ കോൺസ്റ്റന്റ് ഫോഴ്സ്. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ? മാഗ്നിറ്റ്യൂഡിലും ഡയറക്ഷനിലും ഇറ്റ് ഷുഡ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. സച്ച് ആൻഡ് പൊസിഷൻ ഓൾസോ. സച്ച് ടൈപ്പ് ഓഫ് ഫോഴ്സ് ആർ കോൾഡ് കോൺസ്റ്റന്റ് ഫോഴ്സ്. അങ്ങനെയുള്ള കോൺസ്റ്റന്റ് ഫോഴ്സ് എല്ലാം കൺസർവേറ്റീവ് ആയിരിക്കും.
അപ്പോൾ ഇതും കറക്റ്റാ. ഇനി ഒരെണ്ണം കൂടെ നമുക്ക് ചെക്ക് ചെയ്താൽ മതി. സി എന്ന് പറയുന്ന സാധനം, ദ ഡിസ്റ്റൻസ് ഓഫ് ദ പാർട്ടിക്കിൾ ഫ്രം ദ ഒറിജിൻ ഇൻക്രീസസ് ലീനിയർലി. അപ്പോൾ എക്സും ടിയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നമുക്ക് ഈ വിയുടെ ഫംഗ്ഷൻ ഒന്നുകൂടെ എടുത്തിട്ട് ചെയ്യാം. വി ഒന്നുകൂടെ എടുക്കുക. വി ഈസ് ഈക്വൽ ടു വി ഈസ് ഈക്വൽ ടു റൂട്ട് ഗാമ ബൈ എം ഇൻറ്റു ടി. വി എനെ ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതുക. അപ്പം ഡി എക്സ് ഇവിടെ വെച്ചു, റൂട്ട് ഗാമ ബൈ എം ഇൻറ്റു ടി, ഡി ടി അങ്ങോട്ട് എടുത്തു. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സീറോയിലാണ്, അറ്റ് ടൈം ടിയിൽ എക്സിലാണെന്ന് വിചാരിക്കുക. therefore x is equal to റൂട്ട് ഗാമ ഡിവൈഡ് ബൈ എം ടി സ്ക്വയർ ബൈ 2 എന്നാണ് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് ഡയറക്ട്ലി പ്രപ്പോസ് ടു ടി സ്ക്വയർ ആണ്. ഇറ്റ് ഈസ് നോട്ട് ഡയറക്ട്ലി പ്രപ്പോസ് ടു ടി. എക്സ് ഈസ് ഡയറക്ട്ലി പ്രപ്പോസ് ടു ടി സ്ക്വയർ. അപ്പൊ ഇത് റോങ് ആണ്. ഏത്? സി റോങ് ആണ്. അപ്പൊ ഏതൊക്കെയാണ് കറക്റ്റ്? ഏതൊക്കെയാണ് കറക്റ്റ് എന്ന് നോക്കാം നമുക്കൊന്നുകൂടെ. ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദ പാർട്ടിക്കിൾ ഈസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ കറക്റ്റ് ആണ്. ഫോഴ്സ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഫോഴ്സ് കൺസർവേറ്റീവ് ഫോഴ്സ് ആയിരിക്കും. സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് പ്രപ്പോസ് ടു ടൈം എന്ന് പറഞ്ഞ കറക്റ്റ് ആയിരുന്നു. ആൻഡ് ഡിസ്റ്റൻസ് പ്രപ്പോസ് ടു ടൈം എന്ന് പറഞ്ഞ തെറ്റാണ്. ഡിസ്റ്റൻസ് പ്രപ്പോർഷണൽ ടു ടൈമിന്റെ സ്ക്വയർ ആയിരുന്നു. ശരിയല്ലേ? അപ്പം ചെയ്തു നോക്കൂ. ഒരു പ്രോബ്ലം കൂടെ ചെയ്തിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. വൺ മോർ പ്രോബ്ലം ഓൺലി വൺ മോർ പ്രോബ്ലം. ബൈ ദാറ്റ് വി വിൽ വൈൻഡ് ഇറ്റ് അപ്പ്. ഓക്കെ, ആരും പോകരുത്. ഒറ്റ പ്രോബ്ലം. ഇത് മനസ്സിലായോ നിങ്ങൾക്ക്? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ഹൗ ഐ ഡിഡ് ഇറ്റ്? ഇത് അഡ്വാൻസിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് മോർ ദാൻ വൺ ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വന്നത് കേട്ടോ. സാധാരണ ജെയ്ക്ക് അങ്ങനെ മോർ ദാൻ വൺ ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വരില്ല. ഞാൻ നിങ്ങൾക്ക് സബ്ജക്റ്റ് തറവാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് എടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇനി നോക്കൂ, വൺ മോർ ക്വസ്റ്റ്യൻ. ഇതും പക്ക മാത്തമെറ്റിക്കലാണ്. ഇതുകൂടെ ചെയ്തിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നോക്കൂ, ദ എനർജി ഓഫ് എ സിസ്റ്റം ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം ടി ഈസ് ഗിവൺ. എനർജി ഓഫ് എ സിസ്റ്റം ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം തന്നിട്ടുണ്ട്. വേറെ ആൽഫ തന്നിട്ടുണ്ട്. ദ മെഷർമെന്റ് ഓഫ് എ ഹാസ് ആൻ എറർ. ആൽഫയുടെ വാല്യൂ തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്നത് മെഷേർഡ് വാല്യൂ ആണ്. അതിന്റെ എറർ ഇത്രയും പെർസെന്റേജ് ആണ്. ദ എറർ ഇൻ മെഷർമെന്റ് ഓഫ് ടൈമും തന്നിട്ടുണ്ട്. കുട്ടികളെ, ടൈമിന്റെ എറർ തന്നിട്ടുണ്ട്, പെർസെന്റേജ് എറർ. എ എന്ന് പറയുന്നതിന്റെ തന്നിട്ടുണ്ട്, പെർസെന്റേജ് എറർ. ആൽഫ ഒരു കോൺസ്റ്റന്റ് ആണ്, അതിന് എറർ ഇല്ല. ദ പെർസെന്റേജ് എറർ ഇൻ ദ വാല്യൂ ഓഫ് ഇ ടി. ഈ എനർജിയുടെ ഇ എന്ന് പറഞ്ഞ എനർജിയാണ് കേട്ടോ. അറ്റ് ടി ഈസ് ഈക്വൽ ടു 5 സെക്കൻഡ്സ്. ഞാൻ ഈ തന്നിട്ടുള്ള ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഒന്നുകൂടെ എഴുതാം. എനർജി ഇ ഈസ് ഈക്വൽ ടു എന്താ തന്നിട്ടുള്ളത്? എ സ്ക്വയർ എക്സ്പോണൻഷ്യൽ മൈനസ് ആൽഫ ടി എന്ന് പറഞ്ഞാൽ എന്താ? ഇ ടു ദ പവർ മൈനസ് ആൽഫ ടി എന്നല്ലേ നിങ്ങൾക്കറിയാം. ഇ ടു ദ പവർ മൈനസ് ആൽഫ ടി. ഞാൻ ഇതിന്റെ എറർ കണ്ടുപിടിക്കാൻ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ചെയിൻ റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും, ചെയിൻ റൂൾ. പക്ഷേ ഇതിന് നിങ്ങൾ ലോഗ് രണ്ട് സൈഡിലും നാച്ചുറൽ ലോഗ് എടുത്തിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എളുപ്പം കിട്ടും. അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്. ln e ലോഗ് എടുക്കുകയാണ്. ഈസ് ഈക്വൽ ടു ഇവിടെ 2ln a. നിങ്ങൾക്കറിയാം ലോഗ് എടുക്കാൻ. ഇതിന്റെ ലോഗ് മൈനസ് ആൽഫ ടി. ഞാനിപ്പോ ചെയ്തത് എന്താ? എന്താണെന്ന് ചോദിച്ചാല് ലോഗ് എടുത്തു. എന്തിനാ ലോഗ് എടുത്തത്? ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റും. അല്ലാതെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. പക്ഷെ ലോഗ് എടുക്കുകയാണെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസറിലേക്ക് വരാൻ പറ്റും. ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ലോഗിന്റെ 1/e ആണ്. അപ്പൊ DE ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ DE ഡിവൈഡഡ് ബൈ ഇ. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2 ലോഗ് എയുടെ ഏതാ? DA/A. ദെൻ ആൽഫ ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് ആൽഫ DT. ഇവിടെ കേട്ടോ, ഇവിടെ D/E ഉണ്ട്, ഇവിടെ DA/A ഉണ്ട്, ഇവിടെ DT മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് അറിയോ? വെറുതെ ഇവിടെ ഒരു ടി കൊടുക്കുകയും മുകളിലും ഒരു ടി കൊടുക്കുക അടുത്ത സ്റ്റെപ്പിൽ. സി, അതൊരു കൺവീനിയൻസിന് വേണ്ടി ചെയ്യുന്നതാണ്. DE/E ഈസ് ഈക്വൽ ടു 2DA/A മൈനസ് ആൽഫ ടി DT/T എന്ന് എഴുതി. ഇതെന്തിനാ എഴുതിയെന്ന് മനസ്സിലായോ? ഇതെന്തിനാ ഇങ്ങനെ എഴുതിയേ? കാരണം ഇവിടെ പെർസെൻറ്റേജ് എറർ തന്നിട്ടുണ്ട്. ഇതിന്റെ പെർസെൻറ്റേജ് ഇനി ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിന്റെ ഡിഫറൻഷ്യൽ ഫോമായിട്ട് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഇങ്ങനെ എഴുതിയാലും എറർ എഴുതുമ്പോൾ നിങ്ങൾ ഇതിന്റെ മാക്സിമം എററാണ് എഴുതേണ്ടത്.
എപ്പോഴാണ് ഡി മാക്സിമം ആകുന്നത്? ഡി എ പോസിറ്റീവും ഡി ടി നെഗറ്റീവ് ആകുമ്പോഴാണ്. ശരിയല്ലേ? ഡി ടി ക്യാൻ ബി നെഗറ്റീവ് ഓൾസോ. ദിസ് ആർ ഡിഫറൻഷ്യൽ ചേഞ്ച്. അത് ഞാൻ ലെറ്റ് മീ റൈറ്റ് ഇറ്റ് ഹിയർ. ഡി ഇ ഈസ് മാക്സിമം when dA is equal to delta A, positive delta A, and dt is equal to minus delta t. എന്ന് പറഞ്ഞാൽ ഇതിന്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് പോസിറ്റീവ് ആവും, ഡിയുടെ വാല്യൂ മാക്സിമം ആവും. അപ്പം ഞാൻ ഇതിനെ അടുത്ത പേജിൽ എങ്ങനെ എഴുതുന്നത് നോക്കൂ. ഡെൽറ്റ ഇ ബൈ ഇ, ഡി എന്നുള്ളത് ഡെൽറ്റ ഇ ബൈ ഇ ഈസ് ഈക്വൽ ടു വാട്ട് വാസ് ദെയർ? 2 ടൈംസ് ഡെൽറ്റ എ ബൈ എ പ്ലസ് മൈനസ് ഓഫ് മൈനസ് പ്ലസ് വാട്ട് ഈസ് ദാറ്റ്? ആൽഫയുണ്ട്, ടി ഉണ്ട്, ആൽഫ ടി ഡെൽറ്റ ടി ബൈ ടി. ഇനി ഞാൻ ക്വസ്റ്റ്യൻ നോക്കി ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ക്വസ്റ്റ്യനിൽ നോക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ആൻസറിൽ എത്താൻ പറ്റും. ഓക്കെ, ഡെൽറ്റ ഇ ബൈ ഇ ആണ് എനിക്ക് വേണ്ടത്. ഡെൽറ്റ ഇ ബൈ ഇ ഈസ് ഈക്വൽ ടു 2 ടൈംസ് ഡെൽറ്റ എ ബൈ എ എത്രയാന്ന് നോക്കിയാൽ ഇവിടെ 1.25. ആൽഫയുടെ വാല്യൂ 0.2 എന്ന് ക്വസ്റ്റ്യനിലുണ്ട് കേട്ടോ. ടി 5 എന്നുണ്ട്, നോക്കൂ ഇവിടെ ടി ഈസ് ഈക്വൽ ടു 5. ആൽഫയുടെ വാല്യൂ ഇതാ 0.2 എന്നുണ്ട്, 0.2 എന്നുണ്ട്. ഡെൽറ്റ ടി ബൈ ടി എത്രയാന്ന് നോക്കിയേ. ഡെൽറ്റ ടി ബൈ ടി എത്രയാ? 1.5. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം കുട്ടികളെ. ഇതെത്ര കിട്ടി? 2.5 കിട്ടി. അതെത്ര കിട്ടി? 1.5 അങ്ങനെ 4% എന്ന് കിട്ടി. 4%. സബ്സ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് അറിയാം. ഇത് നോക്കൂ ഞാൻ ചെയ്തത് എന്താണെന്ന്. എങ്ങനെ ഈ പ്ലസ് ഈ മൈനസ് ഞാൻ ഇവിടെ അടുത്ത സ്റ്റെപ്പിൽ ഇങ്ങനെ പ്ലസ് ആയെന്ന് മനസ്സിലാക്കൂ. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. യു ആർ ഡീലിംഗ് വിത്ത് എറർ. ഓക്കെ, മാക്സിമം എറർ കിട്ടണമെങ്കിൽ എറേഴ്സ് ആർ ആഡഡ്. നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നെഗറ്റീവ് സൈൻ ഒക്കെ വന്നു എന്ന് വരാം. പക്ഷെ നിങ്ങൾ എററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിനെ നിങ്ങൾ പോസിറ്റീവായിട്ട് എഴുതണം. ഇനി വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം, 1-2 ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രം ചെയ്യണോ? ടൈം കഴിഞ്ഞോ? യെസ്, ടൈം ഈസ് ഓവർ. അപ്പം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻസ്. അത് വേണേൽ ഞാൻ ഷെയർ ചെയ്തേക്കാം നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നൗ ദ ടൈം ഈസ് അപ്പ്, ദെയർഫോർ ഐ ഹാവ് നത്തിങ് ടു ഡു എനിത്തിങ് മോർ. ഓക്കെ, താങ്ക് യു ഫോർ ബീങ് വിത്ത് മീ. നമ്മൾ ഇതിന്റെ സെക്കൻഡ് പാർട്ട് 2 ദിവസത്തിനുള്ളിൽ ചെയ്യും, മെക്കാനിക്സിന്റെ സെക്കൻഡ് പാർട്ട്. ഓക്കെ, ആ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നറിയാമോ? റൊട്ടേഷൻ, ഗ്രാവിറ്റേഷൻ, സോളിഡ്, ഫ്ലൂയിഡ്, ഈ 4 ചാപ്റ്റേഴ്സ് നിങ്ങളൊന്ന് പഠിച്ചിട്ട് വരികയാണെങ്കിൽ എനിക്ക് ചെയ്യാൻ എളുപ്പം കിട്ടും. ഓക്കെ, താങ്ക് യു, സീ യു ദെൻ.